ചെലവ്. 27 തട്ടുള്ള വീടാണ്. അതിന്റെ പല തട്ടുകളിലും ഹെലികോപ്റ്ററുകൾ വന്നിറങ്ങും. അതിന്റെ പല തട്ടുകളിലും ഫുട്ബോൾ മൈതാനങ്ങളുണ്ട്, പാർക്കുകളുണ്ട്, വലിയ വലിയ കടൽ പോലെ വിശാലമായ സ്വിമ്മിംഗ് പൂളുകളുണ്ട്. അങ്ങനെ വലിയ വലിയ വീടുണ്ടാക്കാൻ അറിയുന്ന മുകേഷ് അംബാനിയുടെ ഭാര്യ പറയുന്നു, ഞാൻ എന്റെ മോന്, കോളേജിൽ പഠിക്കുന്ന മോന് 5 രൂപയെ കൊടുക്കാറുള്ളൂ എന്ന്. ഞാൻ മുകേഷ് അംബാനിയെ മാതൃകയാക്കാനല്ല പറയുന്നത്. അതൊന്നും നമ്മളെ കൊണ്ട് കൂട്ടിയാൽ കൂടുന്ന കാര്യമല്ല. മുകേഷ് അംബാനിയെ മാതൃകയാക്കുന്നത് പോയിട്ട് ആ വൈപ്പ് വയ്ക്കിടക്കാൻ നമ്മളെ കൊണ്ട് കഴിയില്ല. പക്ഷേ ഈ 5 രൂപയുണ്ടല്ലോ, ഇത് വളരെ പ്രധാനമാണ്. കൊടുക്കുന്ന കാശിന്റെ എണ്ണം എത്രയാണ് നമ്മുടെ മക്കളുടെ കയ്യിലുള്ള കാശ്? നമ്മുടെ മക്കൾ കടയിലേക്ക് പോകുമ്പോൾ നമ്മൾ കൊടുത്ത കാശിൽ നമ്മൾ ബാക്കി തിരിച്ചു വാങ്ങുന്നുണ്ടോ? അവരോട് നമ്മൾ കണക്ക് ചോദിക്കുന്നുണ്ടോ? കണക്ക് ചോദിക്കാതിരുന്നാൽ നാളെ നമ്മളെ ഈ മക്കൾ നമ്മൾക്ക് നാളെ നഷ്ടപ്പെടും എന്നുള്ളത് ഉറപ്പാണ്. കണക്ക് ചോദിക്കാതെ ഒരു മകളെയും നിങ്ങൾ അങ്ങനെ കയറൂരി വിടരുത്. ഞാൻ നിങ്ങൾ എന്ന് പറയുന്നിടത്ത് ഞാൻ ഉൾപ്പെടെയുള്ള ഒരു സമൂഹത്തെയാണ് പറയുന്നത്. ഞാനൊരു തന്തയാണ്, എനിക്കുണ്ട മക്കള്, നിങ്ങൾക്കുണ്ട മക്കള്. അതുപോലുള്ള ആ ഒരു ആത്മബന്ധത്തിൽ നിന്ന് ഇന്നമല്ല മൂമിനൂന ഇഖ്വാൻ, നിശ്ചയം സത്യവിശ്വാസികൾ സഹോദരങ്ങളാണ് എന്ന ഉത്തമ ബോധ്യത്തിൽ നിന്നാണ് ഇക്കാര്യം സംസാരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെരിഞ്ഞു നിന്ന് സംസാരിക്കുന്നത്. കൃത്യമായും ഈ സംഗതികളെ കുറിച്ചുള്ള ഒരു ധാരണ നമ്മൾക്ക് ഇല്ലാതെ പോയാൽ വലിയ അപകടങ്ങളാണ് വരാനിരിക്കുന്നത് എന്നർത്ഥം. എല്ലാ ദിവസവും നമ്മൾ പത്രം വായിക്കുന്നുണ്ട്. പത്രം വായിക്കാൻ എല്ലാവർക്കും പേടിയായി തുടങ്ങിയിരിക്കുന്നു. നമ്മൾക്ക് ഒരു ഇതുണ്ട്. നമ്മൾ ഗോവിന്ദചാമിയെ വായിക്കും, സൗമ്യയെ വായിക്കും, എൻഡോസൾഫാനെ വായിക്കും, ഫോർമുല 1 കാറോട്ട മത്സരം വായിക്കും, അതിനിടയിൽ അണ്ണാ ഹസാരം ഉണ്ണാവൃതം ഇരിക്കുന്നത് വായിക്കും. പെട്ടെന്ന് നമ്മൾ ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കുക. നമ്മൾ വാർത്തകൾ എന്ന് പറയുന്ന ഒരു ദിവസത്തേക്ക് തള്ളാനുള്ളതാണ്. സൗമ്യയെ ക്രൂരമായി കൊലപ്പെടുത്തിയ ഗോവിന്ദചാമിയെ കുറിച്ചുള്ള വാർത്തയും രോഷവും നമ്മൾ അവസാനിപ്പിച്ചു. പെട്ടെന്ന് പുതിയ വാർത്തകളിലേക്ക് നമ്മൾ പോകും. നമ്മൾ വാർത്തകളുടെ ലോകത്താണുള്ളത്. എന്തിനാണ് ഇവിടെ പാട്ട് പാടുന്നത്? എന്തിനാണ് ഈ സംഗീതം വെക്കുന്നത്? എന്തിനാണ് ഈ കലകളെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്നത്? ഇത് മറ്റാർക്കുമില്ലാത്ത ഒന്ന് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ഒരിടത്ത് കൂടി, ധാർമ്മജാത്തിന്റെ മുറ്റത്ത് കൂടി, കരുവാരക്കുണ്ട് അങ്ങാടിയിൽ കൂടി, കിഴക്കേത്തറയിൽ കൂടി, അപ്പുറത്ത് ഇരിങ്ങാട്ടിന് എവിടെയും ഒത്തുചേർന്നിട്ട് ഒരാൾ പാട്ട് പാടുന്നു, 2 പേർ പാട്ട് പാടുന്നു, കുറെ കുട്ടികൾ പാട്ട് പാടുന്നു. പാട്ടിന്റെ മുമ്പിൽ നമ്മളെല്ലാവരും ഒത്തുചേരുമ്പോൾ നമ്മൾ ഒരാളല്ലാതായി തീരുന്നു എന്നുള്ള നമ്മൾക്ക് ആകെ ഇപ്പോൾ മുസ്ലിങ്ങൾക്കുള്ളത് ജമാഅത്ത് നിസ്കാരം, മറ്റുള്ളവർക്ക് അതുമില്ലാതെ പോയിരിക്കുന്നു. പിന്നെ വല്ലപ്പോഴും രാഷ്ട്രീയ പാർട്ടികളുടെ സമ്മേളനങ്ങളിൽ മാത്രമാണ് നമ്മൾ ഒത്തുചേരുന്നത്. അതിന് പകരം ഈ ടെലിവിഷനുകൾക്ക് മുമ്പിൽ വന്നിരിക്കുന്നതിന് പകരം നമ്മൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഒത്തുചേരാനുള്ള അവസരങ്ങൾ ഉണ്ടാവുന്നു. ഒരുപാട് അനാചാരങ്ങളുടെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു നേർച്ചകളിൽ, ഉത്സവങ്ങളിൽ. പക്ഷേ അനാചാരങ്ങളോ അധികമായി പറഞ്ഞപ്പോൾ ആ നേർച്ചകളൊക്കെ ഇല്ലാതായിപ്പോയി. നമ്മൾക്ക് ഒത്തുകൂടാനുള്ള അവസരങ്ങൾ ഇല്ലാതായിപ്പോയി. മാലയും മൗലൂദും ഒക്കെ ഔട്ട് ഓഫ് ഫാഷനായി പോയതോടുകൂടി അതിൽ നിന്ന് നമ്മൾ വിട്ടുപോയി. വല്ലപ്പോഴും ഒരു ദിക്റായെങ്കിലാണ്. പിന്നെ നമ്മളുടെ താക്കീതുകൾ പിറകെ വരുന്നുണ്ട്. ഞാൻ അതിന്റെ ശരീരത്തുകളിലേക്ക് പോകുന്നില്ല. മയ്യത്ത് നിസ്കാരത്തിന് തൊട്ടു മുമ്പ് തന്നെ പള്ളിയിലെ ഇമാമോ മഹല്ല് സെക്രട്ടറിയോ ആരോ ഒരാൾ പറയുന്നുണ്ട്, ഇനി 3ഉം 2ഉം മറ്റൊക്കെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടാവും, ആരും ചീരിനി കൊണ്ടുവരേണ്ടതില്ല എന്ന്. ഞാൻ പറയുന്നത് ചീരിനി കൊണ്ടുവരണം എന്നല്ല പറയുന്നത്, കൊണ്ടുവരേണ്ടതില്ല എന്ന് പറയുന്നില്ല. പക്ഷേ നമ്മൾ കുറെ താക്കീതുകൾ കൊണ്ടും കുറെ നിയന്ത്രണങ്ങൾ കൊണ്ടും നമ്മുടെ ഒരുപാട് കടന്നുപോയ സംഗതികൾ, ഒരുമിച്ച് കൂടാനുള്ള അവസരങ്ങൾ, ചീരിനി കൊണ്ടുപോകണ്ട, പക്ഷെ നിങ്ങൾക്കൊന്ന് പോയി നോക്കാമല്ലോ. അവിടെ ഒരുമിച്ച് കൂടാനുള്ള ഒരുപാട് അവസരങ്ങൾ നമ്മൾക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പണ്ട് ഗൾഫിലേക്ക് പുറപ്പെടുമ്പോൾ, യാത്രക്ക് പുറപ്പെടുമ്പോൾ, പ്രത്യേകിച്ചൊരു പുതിയ ജോലി കയറി പുറപ്പെടുമ്പോൾ മദ്രസിലെ ഒരു നമ്മൾ പറയുന്ന സാധാരണ ഒരു മുഅല്ലിമിനെ വിളിച്ചിട്ട്, ഒന്നുമില്ലെങ്കിൽ ദർസിലെ ഒരു മുത്തഅല്ലിമിനെ വിളിച്ചിട്ട് ഒന്ന് ദ്വാരിപ്പിച്ച് ഇറങ്ങുമായിരുന്നു. അതിലുണ്ടായിരുന്ന ഒരു സൗകര്യം ഉണ്ടായിരുന്നു നമുക്ക്. ആ പ്രാർത്ഥനയിൽ ഒരു ഏൽപ്പിക്കലുണ്ടായിരുന്നു. ആ പ്രാർത്ഥനയിൽ ഒരു പങ്കുവെപ്പുണ്ടായിരുന്നു. ഇപ്പൊ ഞാൻ ഇറങ്ങാട്ടോ എന്ന് പറയുന്നതോടുകൂടി അത് അവസാനിക്കുന്നുണ്ട്. ഞാൻ നിങ്ങൾ ദ്വാരിപ്പിച്ചാൽ മതി, നിർബന്ധിക്കുന്നില്ലല്ലോ. പക്ഷേ നമ്മൾ ഇങ്ങനെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഓരോന്നോരോ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയും മറുഭാഗത്ത് നമ്മൾ വല്ലാതെ പേടിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾക്ക് ഇലക്ട്രിസിറ്റി ഓഫീസിൽ ചെന്ന് കൃത്യസമയത്ത് പണം അടച്ചില്ലെങ്കിൽ കറണ്ട് കട്ടായി പോകുമോ എന്ന് നമ്മൾ ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്നു. നമ്മൾ കൃത്യസമയത്ത് എത്തിയില്ലെങ്കിൽ ട്രെയിൻ പോകുമോ എന്ന് ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ട്രെയിൻ പോകുമോ എന്ന ഭയം, ട്രെയിൻ പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യുമെന്നുള്ളതിനെ കുറിച്ചാണ് ബേജാറാകുന്നത്. ട്രെയിൻ ഇല്ലാത്തൊരു കാലത്ത്, ട്രെയിൻ പോയ ശേഷവും, ട്രെയിൻ ഉള്ള കാലത്ത് അത് പോയ ശേഷവും ഒരു ജനത ഇവിടെ പലതും ചെയ്തിരുന്നു. എങ്ങനെയോ ഈ പ്രതിസന്ധികൾ അവർ മറികടന്നിരുന്നു. ഈ മറികടക്കാനുള്ള ഒരു ഊർജം എല്ലാ കാലത്തും അതത് കാലങ്ങളിലെ തലമുറകൾക്കുണ്ടായിരുന്നു. പക്ഷേ നമ്മളാൽ പിന്നീട് വരുന്ന നമ്മുടെ പിൽക്കാലം ഇത് ഇങ്ങനെ പേടിച്ച് കഴിയുകയാണ്. എപ്പോഴാണ് ബസ് വരിക എന്ന് നമ്മൾ തൊട്ടടുത്ത് എത്തുന്ന ഒരാളോട് ഇപ്പൊ ചോദിക്കാറില്ല. ചോദിച്ചാൽ അയാൾ മുഖത്തൊക്കെ നോക്കും. അതോടുകൂടി നമ്മൾ പിന്മാറും. മുഖത്തൊക്കെ നോക്കുന്ന ആൾ സത്യത്തിൽ പേടിപ്പിക്കാൻ നോക്കില്ല, ദയനീയ ഭാവത്തിൽ നോക്കുകയാണ്. അയാൾക്കും അറിയില്ല എപ്പോഴാണ് വരിക. പക്ഷെ ഒരു 10 മിനിറ്റിനകം വരാനുള്ള ഒരു സാധ്യതയുണ്ട്. പക്ഷെ 10 മിനിറ്റ് കൊണ്ട് വരും എന്ന് പറഞ്ഞിട്ട് അഥവാ ബസ് വന്നില്ലെങ്കിലോ ഇയാൾ കുറച്ച് കഴിഞ്ഞ് എങ്ങോട്ട് വേഗത്തിൽ എടുക്കുമെന്നുള്ള പേടിയാണ് ഒന്ന് നോക്കുന്നത്.
ഒക്കെ എല്ലാവർക്കും പരസ്പരം ഭയമായിരിക്കുന്ന ഒരു കാലം വന്നു. എല്ലായിടത്തും നമ്മൾക്ക് ആദികൾ കൂടി. എന്താ ചെയ്യേണ്ടതെന്ന് നിശ്ചയില്ലാണ്ടായി. നമ്മളെ സഹായിക്കാൻ ആളുകളില്ലാതായി. നമ്മൾക്ക് പരസ്പരം ബന്ധങ്ങളില്ലായി, സൗഹൃദങ്ങളില്ലാതായി. ആരും അങ്ങോട്ടും ഇങ്ങോട്ടും കടം കൊടുക്കാതായി. കടമേ ഇല്ല. കുറുക്കല്യാണം എന്നേക്കുമായി അവസാനിച്ചു. ഇവിടെ പൊര കെട്ടിയിരുന്നു, പൊര മേഞ്ഞിരുന്നു, പൊര ഓടിട്ടിരുന്നു, ആശുപത്രി കല്യാണങ്ങൾ നടത്തിയിരുന്നു. എല്ലാം കുറുക്കല്യാണം കൊണ്ടായിരുന്നു. ഇപ്പൊ പറയുന്നത് കവർ ഉണ്ടാവും എന്നാണ്. കവർ ഉണ്ടാവും, അല്ലാതെ ഇപ്പൊ നമ്മളോട് ആ കല്യാണം പറയില്ലോ എന്നാണ്. പണ്ട് അങ്ങനെയല്ല. ആ കവർ ഉണ്ടാകും അല്ലാതെ കല്യാണം പറയില്ലല്ലോ എന്ന് പറയുന്നതിനേക്കാൾ ഉഷാറായിരുന്നു ഒരു കല്യാണം, കുറുക്കല്യാണം ഉണ്ടായിരുന്നു. അപ്പൊ ഒരു ആത്മബന്ധം ഉണ്ടായിരുന്നു. എല്ലാം ഇല്ലാതാക്കിയ പുതിയ കാലത്ത് നമ്മൾക്ക് മൊബൈൽ ഫോൺ വന്നു, നമ്മൾക്ക് ടെലിവിഷൻ വന്നു. നോക്കുക, മൊബൈൽ ഫോണും ടെലിവിഷനും വന്നപ്പോൾ നമ്മുടെ എല്ലാ കമ്മ്യൂണിക്കേഷനും ആ വഴിയായി, നമ്മുടെ എല്ലാ ആഘോഷങ്ങളും ആ വഴിയായി. ടെലിവിഷന് മുമ്പിൽ എല്ലാവരും ടെലിവിഷന് അഭിമുഖമായി, കിവിലക്ക് അഭിമുഖമായി എന്ന വണ്ണം ടെലിവിഷൻ അഭിമുഖമായി ഇരിക്കുകയും അതിൽ പറയുന്നതെല്ലാം സത്യമാണെന്ന് വിശ്വസിക്കുകയും ചെയ്തു. അതിലാണ് കഥ, അതിലാണ് കളി, എല്ലാ കളിയും അതിലാണ്. ഒരു ടെലിവിഷൻ ചാനലില് ഏറ്റവും മെച്ചപ്പെട്ട ഭർത്താവ്, ഏറ്റവും മുന്തിയ ഭർത്താവിനെ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ അടുത്താണ് വന്നുകൊണ്ടിരിക്കുന്ന മുന്തിയ ഭർത്താവ് ഒരുത്തൻ 24 കേസിൽ പ്രതിയാണ്. എന്നാൽ മികച്ച ഭർത്താവായി ഇത് തെരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. എങ്ങനെയുണ്ട് ചെറുക്ക്? ഇതാ മികച്ച ഭർത്താവ്. മികച്ച ഭാര്യയുടെ കാര്യം ഞാൻ പറയുന്നില്ല. നമ്മളിങ്ങനെ പാതിര വരെ ഇരുന്ന് ചിരിക്കുകയാണ്. ഒന്നുകിൽ കൂട്ടത്തോടെ ഇരുന്ന് ചിരിക്കുക, അല്ലെങ്കിൽ കൂട്ടത്തോടെ പേടിക്കുക. ഇപ്പോ ഇനി അറിയാത്തവരെ അറിയിക്കാൻ വേണ്ടി ഞാൻ സാധനങ്ങളുടെ പേരൊന്നും പറയുന്നില്ല. ഒരു ചാനലില് പണ്ടെന്നോ കടന്നുപോയൊരു മലയാള സിനിമ സീരിയലായി പുനരവതരിച്ചിരിക്കുന്നു. അന്ന് ചെറിയ കുട്ടികളായിരുന്നു, യതീമുകളായിരുന്നു. ഉമ്മയും വാപ്പി മരിച്ചുപോയി അനാഥകൾ. ഈ അനാഥകളുടെ കാര്യത്തിൽ വലിയ ബേജാറിലായിരുന്നു ഇവിടുത്തെ കാലം. ഇപ്പൊ അനാഥകളൊക്കെ വലുതായി, സ്വത്ത് ഓഹരി വെക്കല്, മറ്റു കാര്യങ്ങൾ, ഇവരൊക്കെ ഒരു നല്ല നിലയിലെത്തി, അത് വിറ്റ് കാശാക്കിയിരുന്നു. ആ സിനിമന്റെ ഈ 4 5 അനാഥ കുട്ടികളുണ്ട്. ഈ അനാഥ കുട്ടികൾ വളർന്നു വരുന്ന കഥയായതുകൊണ്ട് ഏത് കാലത്താണ് ആ കഥ അവസാനിക്കാന്ന് നമുക്ക് പറയാൻ പറ്റൂല. മരണം വരെ, കാരണം അവർക്ക് മരിക്കാണ്. അവർ മരിക്കുന്നത് വരെ ആ കഥ നീട്ടിക്കൊണ്ടുപോകാൻ കഴിയും. അപ്പൊ രാത്രി നമുക്കൊരു പണിയായിരിക്കും. ഏഷാമാരിവിന്റെ ഇടയിൽ സീരിയലുകൾക്ക് പഞ്ചല്ലാതായിരിക്കുന്നു. ഏഷാമാരിവിന്റെ ഇടയിലല്ലേ കുട്ടി വായിക്കാനുള്ള നേരം. ആ വായിക്കാനുള്ള നേരത്തെ നമുക്ക് എന്താ പണി? നമ്മൾ എന്ന് പറഞ്ഞാൽ ഈ അച്ഛനമ്മമാർക്ക്, വാപ്പാക്കും ഉമ്മാക്കും എന്താ പണി? അല്ലെങ്കിൽ വീട്ടിലുള്ള മുതിർന്നവർക്ക് എന്താ പണി? അവർ ടിവിയുടെ മുമ്പിലാണ്. ഏറ്റവും നല്ല മലയാള സിനിമ വരുന്ന സമയം അതാണ്. ടെലിവിഷൻ ഉണ്ടാക്കുന്ന ആ ആഭ്യന്തരമായൊരു സംസ്കാരം നമ്മുടെ കുട്ടികളുടെ അസ്ഥിത്തറക്ക് തിരികൊളുത്തുന്ന ഏർപ്പാടായി തീരുമെന്നുള്ള കാര്യം ഞാനടക്കമുള്ള എല്ലാവരും ഓർമ്മിക്കുന്നു എന്നു. ഞാനടക്കെന്ന് പറയുന്നത് നല്ല ഉത്തരവാദിത്ത ബോധത്തോടു തന്നെ പറയുന്നത്. എല്ലാവരും സ്വയം ഓർക്കുന്നു നന്നാവും. ആ ഏഷാമകരിവിന്റെ ഇടയിൽ പ്രധാന വാർത്തക്ക് വേണ്ടി, അത്യാഹിതം ഉണ്ടായപ്പോഴുള്ള പ്രധാന വാർത്തക്ക് വേണ്ടി അല്ലാതെ ഒന്ന് ഓഫാക്കി വെച്ചാൽ ഒരു ആപത്തും സംഭവിക്കാനില്ല. ഇതാ ടെലിവിഷന്റെ ആപത്തുകളിലേക്ക് ചാനലുകളിൽ നിന്ന് മാറി മാറി പോവുകയാണ്. നമുക്ക് റിമോട്ട് വന്നു. റിമോട്ട് ഉണ്ടായപ്പോഴുള്ള സൗകര്യം ലോകത്തെ നമ്മൾ നിയന്ത്രിക്കാൻ തുടങ്ങി. നമ്മുടെ അമേരിക്കൻ ചാനലും ഇപ്പുറത്തുള്ള കരുവാരക്കുണ്ട് ചാനലും തുവ്വൂര് ചാനലും ഒരേ സമയം ഇരുന്നിങ്ങനെ നിയന്ത്രിക്കും. നമ്മൾ നിൽക്കുന്നിടത്തേക്ക് ചാനലുകൾ മാറി മറിയാണ്. അപ്പൊ ഇരിക്കുന്നിടത്ത് എണീക്കണ്ട എന്നുള്ളൊരു സൗകര്യം കിട്ടി. ഇതാണ് പണ്ട് പറഞ്ഞത്. ഇതൊക്കെ റെക്കോർഡ് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് പറയാൻ പാടില്ല. മാടണീന് മടിച്ച് എന്ന് പറഞ്ഞിട്ട് ബാക്കി പൂരിപ്പിക്കുന്ന ഒരു സാധനം ഉണ്ടായിരുന്നു. അതിന്റെ വേറെ രൂപമാണ്, ആധുനിക രൂപമാകുന്നു ഇരിക്കുന്നിടത്ത് എണീക്കാത്ത റിമോട്ട് കൺട്രോൾ എന്ന് പറയുന്നത്. അങ്ങനെ റിമോട്ട് കൺട്രോളിൽ ഒരു സമ്പ്രദായം വരുന്നു. എല്ലാം നമ്മൾക്ക് പിന്നാമ്പുറത്തുനിന്ന് നിയന്ത്രിക്കാൻ കഴിയുന്നു എന്നുള്ളിടത്തേക്ക് വരുന്നു. അപ്പോൾ നമ്മൾ വിശ്വസിക്കുന്നത് ഇതിൽ വരുന്നതെല്ലാം സത്യമാണ് എന്നാണ്. ഇവിടെ സിനിമയെക്കുറിച്ച് പറയാൻ പാടില്ലെങ്കിലും ഞാൻ സിനിമ കണ്ടിട്ടില്ല, ഈ സിനിമ കണ്ടിട്ടില്ല എന്നാ പറയും കേട്ടോ. ഇത് ഇപ്പോഴത്തെ കുഴപ്പമുണ്ടാക്കില്ല. വേറൊന്നും, ഞാൻ പത്രപ്രവർത്തകനാണ്. പത്രപ്രവർത്തകൻ ഈ വക കാര്യങ്ങളൊക്കെ ചിലപ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി ചിലതൊക്കെ ചെയ്യേണ്ടി വരും എന്നുള്ള കൂടി നിങ്ങൾ മനസ്സിലാക്കണം. വടക്കുന്നാഥൻ എന്നൊരു സിനിമ ഞാൻ ഇങ്ങനെ നിന്നിട്ടാ പറയുന്നത്, കാരണം എന്നാലേ ഇപ്പൊ അവിടേക്ക് സാധനം കിട്ടുള്ളൂ. വടക്കുന്നാഥൻ എന്ന സിനിമയിൽ ഇവിടെ സംഗീതം കൂടി അറിയുന്ന ആളാണ് നമ്മുടെ OM. ഗംഗേ എന്ന് വിളിക്കുന്ന ഒരു പാട്ട് യേശുദാസ് പാടിയിരിക്കുന്നു. നമ്മളെ റിയാലിറ്റി ഷോയിൽ കുട്ടികളൊക്കെ വന്നിട്ട് ഈ പാട്ട് തുടങ്ങിയിരിക്കുകയാണ്. ജഡ്ജസ് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്, ചുയിങ്കം തിന്നും അല്ലാതെയും തല കുറിച്ച് ഇരിക്കുന്ന ജഡ്ജസ് ഉണ്ട്. പക്ഷെ എല്ലാവരും ഒരേപോലെ പറയുന്നു സംഗതി പോയി എന്ന് ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്. കുട്ടികൾ സംഗതി പോയി എന്ന് പറയല്ലാതെ സംഗതി പോയി എന്ന് പറയുന്ന ജഡ്ജസ് പറയുന്നത് വടക്കുന്നാഥനിൽ 18 സെക്കൻഡ് നേരമാണ് ദാസേട്ടൻ എന്ന് പറഞ്ഞാൽ യേശുദാസ്, ദാസേട്ടൻ ഗംഗേ എന്ന് നീട്ടുന്നത്. ഈ കുട്ടി ആകെ നീട്ടിയിട്ട് 9 സെക്കൻഡ് ആയിട്ടുള്ളൂ. ഇനി 9 സെക്കൻഡ് കൂടി മറികടക്കേണ്ടതുണ്ട്. എവിടുന്ന കൂട്ടിയാ കൂടും? ഇത് പറഞ്ഞ് കുട്ടികൾ പരാജയപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. ഒരാൾക്കും യേശുദാസ് എന്ന് പറയുന്ന മലയാളത്തിന്റെ ആസ്ഥാന ഗായകൻ, ഗാനഗന്ധർവന്റെ ആ ദൈർഘ്യം കിട്ടുന്നില്ല. 72 വയസ്സായി, മൂപ്പർക്ക് ദൈർഘ്യം കൂടും. ഈ പിഞ്ചു കുട്ടികൾ 15-16 വയസ്സുള്ള കുട്ടികളാണ്.
ഈ ധൈര്യം കിട്ടുന്നില്ല. ആ റിയാലിറ്റി ഷോ അങ്ങനെ അവസാനിച്ചു. വടക്കുനാഥന്റെ ഗംഗ എന്നുള്ള വിളി വിളിച്ചിട്ട് ഒരുത്തരും കര കയറാൻ കഴിഞ്ഞില്ല. കലാകൗമുദി വാരികയിൽ യേശുദാസിന്റെ ഇന്റർവ്യൂ വന്നു. യേശുദാസ് പറഞ്ഞു, റിയാലിറ്റി ഷോയിലതായി കുട്ടികളെ കിടത്തി പൂശുന്നു ഈ ജഡ്ജസ്. ഗംഗയെ എന്ന് ഞാൻ 18 സെക്കൻഡ് പാടിയിട്ടുണ്ട്, ഈ കുട്ടികളൊക്കെ 6-7 പാടുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ട് 6-7 8 സെക്കൻഡേ ആകുന്നുള്ളൂ എന്ന് പറഞ്ഞു. നിങ്ങൾക്കറിയോ, ഞാൻ ഗംഗയെ എന്ന് ആകെ 2 സെക്കൻഡേ വിളിച്ചിട്ടുള്ളൂ. ബാക്കി 16 സെക്കൻഡ് അത് നീട്ടിയത് അമേരിക്കയിൽ നിന്നുള്ള സൗണ്ട് എഞ്ചിനീയർമാരാണ്. ആ സൗണ്ട് എഞ്ചിനീയർമാരുടെ വൈദഗ്ധ്യമാണ് എന്റെ ശബ്ദത്തിൽ അതിങ്ങനെ, എന്റെ സ്വരത്തിൽ അത് 18 സെക്കൻഡായി നീട്ടിയത്. ഈ കുട്ടികളെ കൊണ്ട് ഇങ്ങനെ പാടിച്ചാൽ അവരുടെ ജീവൻ പോകുന്നു. അപ്പൊ റിയാലിറ്റി ഷോന്റെ പുറത്ത് ആംബുലൻസ് വേണ്ടി വരും. ഈ റിയാലിറ്റി ഷോ കണ്ട് നമ്മൾ തുള്ളണ്ട, നമ്മൾ ചാട. റിയാലിറ്റി ഷോ തെറ്റാന്നല്ല പറയുന്നത്. ഇത് അവനവന്റെ ഒരു കപ്പാസിറ്റി. നമ്മളെ കൊണ്ട് പൊന്തിച്ചാൽ പൊന്തുന്നത് മാത്രം പൊന്തും, കൊക്കിൽ ഒതുങ്ങുന്നത് കൊത്തുക എന്ന് പറയുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് നമ്മുടെ ബാലതാരങ്ങളെ എത്തിക്കുക എന്നുള്ള ഒരു സാഹസം വരുമ്പോഴാണ് ടെലിവിഷൻ ചാനലുകൾ നമ്മൾക്ക് അപ്രാപ്യമായി തീരുന്നത്, നമ്മൾക്ക് ദോഷകരമായി തീരുന്നത് എന്നർത്ഥം. ആ ഒരു കാലത്ത് മിന്നിമറയുന്ന സ്ക്രീൻ ഇമേജുകൾ നമ്മൾക്ക് തീരെ ആലോചിക്കാൻ സമയം തരാത്ത ഒരു കാലത്ത് നമ്മളൊരു മഹാദുരന്തത്തിന്റെ വാർത്തകൾ വായിക്കുകയും ആ വാർത്തകൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നതിനിടയിൽ പെട്ടെന്ന് ഒരു കോമഡി ഷോ വരികയും എല്ലാവരെയും പൊട്ടിച്ചിരിപ്പിച്ചുകൊണ്ട് നമ്മുടെ ഇങ്ങനെ കടന്നു പോവുകയും ചെയ്യുമ്പോൾ നമ്മുടെ ഈ സങ്കടമൊക്കെ പൊട്ടിച്ചിരിയിലേക്ക് എത്ര പെട്ടെന്നാണ് മാറുന്നത്, എത്ര പെട്ടെന്നാണ് മനുഷ്യന്റെ സ്വഭാവം മാറുന്നത്, എത്ര പെട്ടെന്നാണ് നമ്മൾ ഈ കപടന്മാരായി തീരുന്നത്. മനുഷ്യന്റെ കാപട്യത്തിന്റെ മൂർത്തിമദ്ഭാവമായി ടെലിവിഷൻ സ്ക്രീനുകൾ നമ്മുടെ മുന്നിൽ വന്നു നിൽക്കുന്നുണ്ട്. അവിടെ നമ്മുടെ കുട്ടികളെ പിന്നാമ്പുറത്തുനിന്ന് പോയി അവരുടെ ചെവി രണ്ടും ഇങ്ങനെ പിടിച്ചിട്ട് വാ ഇനി അതിന്റെ മുന്നിൽ നിന്നും എണീറ്റ് വായെന്ന്, ടിവിയുടെ മുമ്പിൽ നിന്നൊന്ന് എണീറ്റ് വായെന്ന്, കമ്പ്യൂട്ടറിന് മുമ്പിൽ നിന്നൊന്ന് എണീറ്റ് വായെന്ന്, ആ മൊബൈൽ ഒന്ന് കട്ടാക്കിയെന്ന്, ഭക്ഷണം കഴിക്കുമ്പോൾ ഇതിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കണ്ട എന്ന്. നിനക്ക് ആരോടാ ഇത്ര അധികം സമയം സംസാരിക്കാനുള്ളത്? ആർക്കാണ് ഈ മെസ്സേജ് എല്ലാം അയച്ചുകൊണ്ടിരിക്കുന്നത്? എന്താ നിന്റെ മനസ്സിൽ എന്ന് അവനോടൊന്ന് ചോദിക്കാൻ, അവളോടൊന്ന് ചോദിക്കാൻ നമ്മൾക്ക് തോന്നുക എന്നുള്ളത് ഈ കലയുടെ ഒരു പ്രേരണയാണ്. കലയും സംഗീതവും സാഹിത്യവും കവിത, ഗാനം എന്നൊക്കെ പറയുന്ന എല്ലാ മേഖലകളും ഇതെല്ലാം മനുഷ്യന്റെ മനസ്സിനെ തുറക്കാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളതാണ്. കഥാസരിസാഗരം എന്ന് മലയാളത്തിൽ നേരത്തെ അത് സംസ്കൃതത്തിലൊക്കെ വന്നതാണ്. വലിയൊരു കഥാപ്രപഞ്ചമുണ്ട്. സോമദേവൻ രചിച്ചതാണ്. സോമദേവൻ എന്ന് പറയുന്ന ആള് തന്റെ രാജ്ഞി, തന്റെ രാജാവിന്റെ ഭാര്യ, രാജാവ് മരിച്ചപ്പോൾ ചെറുപ്പക്കാരിയായ ഭാര്യ ഇനി ജീവിതമേ വേണ്ട എന്ന് പറഞ്ഞ് മരണത്തിലേക്ക് പോകാൻ തീരുമാനിച്ചപ്പോൾ അവരെ ജീവിക്കാൻ വേണ്ടി പ്രേരിപ്പിച്ച് പറഞ്ഞു വന്ന കഥകളാണ് കഥാസരിസാഗരമായി തീരുന്നത്. ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒന്നാവണം സാഹിത്യം, കഥ, കവിത എന്നൊക്കെ പറയുന്ന ഒന്ന്. തന്നാൽ കരയേറേണ്ടവർ എത്ര പേരോ താഴത്തു വാഴ്ചേറിൽ അമർന്നിരിക്കെ താനൊറ്റയിൽ ബ്രഹ്മപദം കൊതിക്കും തപോതിരിക്കുന്നു ചാരിതാർത്ഥ്യമെന്ന് സ്വാമി വിവേകാനന്ദൻ ചോദിച്ചു തന്നെ കാണാൻ വന്ന സന്യാസിമാരോട്. ഒറ്റയ്ക്ക് സ്വർഗത്തിൽ പോകാൻ വേണ്ടി തന്നെ കൊണ്ട് രക്ഷപ്പെടേണ്ട കുറെ ആളുകൾ ഉണ്ടായിരുമ്പോൾ നീ എങ്ങോട്ടായി ഒറ്റയ്ക്ക് പോകുന്നത്, തലകുത്തി ഇന്ന് തപസ്സനുഷ്ഠിക്കുന്നത് എന്ന് സ്വാമി വിവേകാനന്ദൻ ചോദിക്കുന്നു. ഇതെന്തിനാണ്? ഇത് മറ്റുള്ളവർക്ക് കൂടി വേണ്ടിയാണെന്ന്. മങ്കടപള്ളിപ്പുറം ബ്ലൈൻഡ് സ്കൂളിൽ, കണ്ണുകൊട്ടന്മാർ അന്ധവിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്കൂളിൽ, മങ്കടപള്ളിപ്പുറം അന്ധവിദ്യാലയത്തിൽ ഒരു ദിവസം ഒരു പരിപാടിക്ക് പോയി. ഞാൻ പരിപാടിയിൽ പ്രസംഗിക്കുന്ന കുട്ടികളുടെ മുഖത്ത് നോക്കി പ്രസംഗിക്കാൻ പറ്റില്ല. മുഖത്ത് നോക്കിയാൽ നമ്മൾ പ്രസംഗിക്കുന്നെങ്കിൽ പോലും കുട്ടികളുടെ കൺമണികൾ ഇങ്ങനെ ഇളകിക്കൊണ്ടിരിക്കും. അവരിങ്ങനെ ചെവിയാണ് നമ്മുടെ ഭാഗത്തേക്ക് വെക്കുന്നത്. എന്താ ഈ പറയുന്നതെന്ന് അവരുടെ കണ്ണുകൊണ്ടല്ല, അവർ കാതുകൊണ്ട് കാണുന്നു എന്നാണ്. കാതുകൊണ്ട് കാണുന്നു, കാതുകൊണ്ട് കേൾക്കുന്നുമാണ്. നന്ദി പറയാൻ വേണ്ടി അവൾ വന്ന് പതിവ് പോലെ ഈ തട്ടമൊക്കെ ശിലമുടി കാട്ടി നടന്നാല് പെണ്ണുങ്ങൾക്കുള്ളൊരു ഹാല്, തീയാലുള്ളൊരു മക്കനെ ഇട്ട് നടക്കണം അവരുടെ ഗതികേട് എന്ന് വളരെ പണ്ട് ഞാൻ കുട്ടിക്കാലത്ത് പഠിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോ ഇവൾ 5ാം ക്ലാസ്സുകാരി കണ്ണില്ലാത്ത ഈ കുട്ടി തട്ട ഒന്നിങ്ങനെ ശരിയാക്കി വെച്ചു. എന്നിട്ട് അവൾ നന്ദി പറയുകയാണ്. ഇവിടെ വന്നവർക്കൊക്കെ, ഞാനടക്കം അവിടെ ഉള്ളവർക്കൊക്കെ നന്ദി പറയുമ്പോൾ അവൾ തുടങ്ങുന്നത്, നമ്മൾ എന്തിനാണ് പാട്ട് പാടുന്നത്? നമ്മൾക്ക് സങ്കടം വരുമ്പോൾ നമ്മൾ പാട്ടുപാടും. പാട്ട് പാടിയാൽ നമ്മുടെ സങ്കടമൊക്കെ പോവും. നമ്മൾക്ക് കണ്ണില്ലാത്ത സങ്കടം പോവും, നമ്മൾക്ക് വാപ്പല്ലാത്ത സങ്കടം പോവും, ഉമ്മല്ലാത്ത സങ്കടം പോവും, നമ്മൾക്ക് ഇവരെയൊന്നും കാണാൻ പറ്റുന്നില്ലല്ലോ എന്ന സങ്കടവും പോകും. അതുകൊണ്ട് എനിക്ക് എൻ്റെ കൂട്ടുകാരന്മാരോടും കൂട്ടുകാരികളോടും പറയാനുള്ളത്, എല്ലാവരും പാട്ട് പാടണമെന്നാണ്. സത്യത്തിൽ അത് കേട്ടപ്പോഴാണ് നമ്മൾക്ക് സങ്കടം വന്നത്. ഇത് ഒരു നമ്മൾ ഈ കണ്ണുള്ള ആളുകൾ കാണുന്നതിന്റെ അപ്പുറത്താണ് കണ്ണില്ലാത്തൊരു ലോകം ഈ സംഗീതത്തെയും കവിതയെയും ഗാനങ്ങളെയും ഒക്കെ കാണുന്നത് എന്നത് നമ്മുടെ ഓർമ്മയിൽ ഉണ്ടാകും. അള്ളാഹു നമ്മൾക്ക് എന്തുമാത്രം അനുഗ്രഹങ്ങളാണ് നൽകിയത്.
നമ്മൾ കാണുന്നു, കേൾക്കുന്നു, സഞ്ചരിക്കുന്നു, ഭക്ഷിക്കുന്നു, എല്ലാ രുചികളും നമ്മൾക്കറിയുന്നു, പഴക്കമുള്ളത് നമ്മൾക്കറിയുന്നു, എല്ലാ അനുഗ്രഹങ്ങളും പടച്ചവൻ നമ്മൾക്ക് തന്നിരിക്കുന്നു, ആവശ്യത്തിന് തിന്നാനും തന്നിരിക്കുന്നു. ഏത് പട്ടിണിക്കാരൻ എന്ന് പറഞ്ഞ ഒന്നേ ഇല്ലാണ്ടായിപ്പോയല്ലോ നമ്മുടെ നാട്ടിൽ. ഏത് കൂലിപ്പണിക്കാരന്റെ വീട്ടിലും ആഘോഷമായി ഭക്ഷിക്കാനുണ്ട് എന്നുള്ളിടത്തൊക്കെ അള്ളാഹു നമ്മൾക്ക് അനുഗ്രഹം നൽകിയിട്ടുണ്ട്. ഭൂമിയിലെ ഏറ്റവും സുഖലോലുപരായ ഒരു സമുദായം മുസ്ലിങ്ങൾക്കിടയിൽ ജീവിക്കുന്നുണ്ടെങ്കിൽ, എല്ലാ അനുഗ്രഹങ്ങളുമായി ജീവിക്കുന്നുണ്ടെങ്കിൽ അത് കേരളത്തിലാണ്. ഒന്നുകൂടി പറഞ്ഞാൽ മലപ്പുറം ജില്ലയിലാണ്. അത് ഒന്നുകൂടി ആണയിട്ട് പറഞ്ഞാൽ കരുവാരകുണ്ടിലും പരിസരങ്ങളും പോലുള്ള ഈ കിഴക്കൻ ഏറനാട്ടിൽ തന്നെയാണ് എന്ന് പറയാൻ പറ്റുമാറ് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ നമ്മൾക്ക് വന്നിട്ടുണ്ട്. ഈ അനുഗ്രഹങ്ങൾക്ക് നമ്മൾ അള്ളാഹുവിനോട് നന്ദി പറയുന്നു. നമ്മൾ നമ്മുടെ തന്നിട്ടുള്ള എല്ലാ അറിവുകളെയും വിഭവങ്ങളെയും നല്ല കാര്യത്തിന് വേണ്ടി മാത്രം വിനിയോഗിക്കുക. നമ്മുടെ മക്കളെയാണ് അള്ളാഹു നമ്മൾക്ക് തന്നിട്ടുള്ള ഏറ്റവും നല്ലത്. ആ നല്ലതിനെ നല്ല കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുക. ആ മക്കൾ കൈവിട്ടു പോയാൽ അള്ളാഹുവിനോട് നാളെ ഉസ്താദല്ല പറയേണ്ടി വരിക, നിങ്ങളും ഞാനും പറയേണ്ടി വരും. നമ്മുടെ മക്കൾ കൈവിട്ടു പോയാൽ മക്കളെ ശിക്ഷിക്കാൻ പാടില്ല. മക്കളെ തന്നോളമായാൽ താനെന്ന് വിളിക്കണം എന്നുള്ളത് അതൊക്കെ നാട്ടു നടത്തും, അതൊക്കെ പറച്ചില്. പക്ഷേ മക്കളെ ചിലപ്പോൾ ശിക്ഷിക്കേണ്ടി വരും, മക്കളെ താക്കീത് ചെയ്യേണ്ടി വരും. എന്നാൽ മക്കളെ നമ്മളിങ്ങനെ രൂക്ഷമായി നോക്കിയ സദാ ശത്രുവിനെ പോലെ ഇങ്ങനെ തറപ്പിച്ചു നോക്കാതെയും ഇരിക്കേണ്ടി വരും. എന്താ പട്ടയാടിയതാണ്? പട്ട ചാടിയത് തെങ്ങിന്റെ പട്ട, മറ്റേ പട്ടയല്ല. അടിക്കുക എന്ന് പറഞ്ഞ പട്ടയല്ല. അപ്പൊ ഞാൻ എന്താണോ, എനിക്ക് ഒരു സംശയമുള്ള പട്ടയടിയിട്ടൊന്നാവില്ല. ഞാൻ ഈ പ്രസംഗം നിർത്താൻ വേണ്ടിയുള്ള പരിപാടി വന്നിട്ടുണ്ട് അല്ലേ, പാട്ടാ പാടുള്ളത്. ഞാൻ ഏതായാലും ദീർഘമായി പറയുന്നില്ല. എന്തായിരുന്നാലും ഒരു മഹത്തായ നമ്മുടെ ദീനിന്റെ പ്രചരണത്തിന് ഈ മലയാള നാട്ടിൽ, മലബാറിൽ, പ്രത്യേകിച്ച് ഈ മലപ്പുറം ജില്ല, വേറനാട് പ്രദേശങ്ങളിലൊക്കെ നമ്മുടെ ദീനിന്റെ പ്രചരണത്തിന് വേണ്ടി ഏറ്റവും അധികം ഉപയോഗപ്പെടുത്തപ്പെട്ട ഒന്നാണ് പാട്ടുകൾ. പടപ്പാട്ടുകൾ പാടി, കിസ്സപ്പാട്ടുകൾ പാടി, സ്നേഹഗാനങ്ങൾ പാടി രാവുകളെ ഹയാത്താക്കിയിരുന്ന ഒരു കാലമുണ്ടായിരുന്നു നമ്മൾക്ക്. ആ കാലങ്ങളെ തിരിച്ചു പിടിക്കണം. ഉസ്താദ് മാനം മുസ്ലിയാർ അവர்கள் മരിക്കുന്നതിന്റെ തൊട്ട് മുമ്പ് നടന്ന ദാർനജാത്ത് കലോത്സവത്തിൽ പോലും, വാർഷികത്തിൽ പോലും ഒരാഴ്ച നീണ്ടു നിന്ന കിസ്സപ്പാട്ട് വലിയതായിട്ട് എല്ലാവരും, അവസാനം ഉസ്താദും പറഞ്ഞു ഒരാഴ്ച അവിടെ കിസ്സപ്പാട്ടുണ്ടായിരുന്നു എന്ന്. അതിലൊക്കെ നമ്മുടെ ഒരു ആത്മാവുണ്ട്, അതിലൊക്കെ നമ്മുടെ ഒരു പങ്കുവെക്കലുണ്ട്. അതെല്ലാം നന്മയ്ക്ക് വേണ്ടിയുള്ളതാണ്. ഈ നന്മയെ ഏറ്റെടുക്കാൻ വേണ്ടി നമ്മൾ കഴിയണം. എവിടെന്നെങ്കിലും ഒരു പാട്ടിന്റെ വരികൾ കേൾക്കുമ്പോൾ അതിനൊത്ത് താളം പിടിക്കാൻ സംഗീതം അഭ്യസിച്ചില്ലെങ്കിൽ പോലും നമ്മൾക്ക് കഴിയണം എന്നുള്ളതാണ്. അതാണ് ഹൃദയത്തിന്റെ വിശാലത എന്ന് പറയുന്നത്. ആ നല്ല മനസ്സുകളെ സൃഷ്ടിച്ചെടുക്കാൻ പറ്റിയ ഒരു രാത്രിയായി തീരട്ടെ ഇത് എന്ന് ആശംസിക്കുകയാണ്. നമ്മളെ സ്നേഹിക്കുകയും നമ്മൾക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെക്കുകയും ഒക്കെ ചെയ്ത ഒരുപാട് മഹാപുരുഷന്മാരുടെ ഓർമ്മകൾ ഉറങ്ങുന്ന ഈ മണ്ണിൽ ഉസ്താദ് മാനം മുസ്ലിയാർ, ഉസ്താദ് കെ അബ്ദുള്ള മുസ്ലിയാർ തുടങ്ങിയ ഒരുപാട് പേര്, പിന്നെ ഇവിടെ തന്നെ നജാത്തിന്റെ വലിയ അഭ്യുദയകാംക്ഷിയായിരുന്ന അബു അബ്ദുഹാജി തുടങ്ങിയ ഒരുപാട് ആളുകൾ, ഞാൻ പേര് പറയുന്നില്ല, ഇവരൊക്കെ മൺമറഞ്ഞു പോയ, അതുപോലെ തന്നെ ഇവിടെ ഒ എം മാനത്തങ്ങൾ ഉൾപ്പെടെ ഇവിടെ ഒരു വലിയ ഇതിനൊക്കെ ഒരു വലിയ പ്രസ്ഥാനമാക്കി മാറ്റുന്നതിന് വേണ്ടി ജീവിതം സമർപ്പിച്ച ഒരുപാട് മഹാപുരുഷന്മാരുടെ മണ്ണാണിത്. ആ ഓർമ്മകളൊക്കെ നമ്മളെ മുന്നോട്ട് നയിക്കണം. നമ്മുടെ കടന്നുപോയ എല്ലാ ഓർമ്മകളും അതായിരിക്കും നമ്മൾക്ക് ഭാവിയിലേക്കുള്ള വെളിച്ചം എന്ന് പറയുന്നത്. കരുവാരകുണ്ടിന്റെ ഗ്രാമമൂലകളിലൂടെ നമ്മൾക്ക് മുന്നോട്ട് നടക്കാനുള്ള ഊർജ്ജം എന്ന് പറയുന്നത് ആ കടന്നുപോയ ആളുകളാണ്. അവരുടെ ഓർമ്മകളെ വെച്ച് നമ്മൾ നമ്മുടെ അടുത്ത തലമുറയെ പ്രോത്സാഹിപ്പിക്കുക. ഈ ദാർനജാത്ത് ഇസ്ലാമിക് സെന്റർ എന്ന് പറയുന്ന ഒന്നിനെ ഇവിടെയുള്ള ഓരോരുത്തരും, ഓരോ വ്യക്തിയും അവരുടെ സ്വന്തം സ്ഥാപനമായി മരണം വരെ, ദുനിയാവിലെ ബാക്കി എല്ലാ ആനുകൂല്യങ്ങളും കെട്ടുപോയാലും ഈ പ്രസ്ഥാനത്തിന്റെ കൂടെ ഇതിനൊപ്പം ഞാനുണ്ടാകുമെന്ന് ദൃഢനിശ്ചയം ചെയ്യാൻ ഇവിടെ ഒത്തുകൂടിയ ഓരോരുത്തർക്കും കഴിയുമെന്ന് ഉറപ്പുണ്ട് എനിക്ക്. കാരണം അങ്ങനെ അതാണ്, അതിന്റെ സ്നേഹമാണ് ഇവിടെ ഒത്തുകൂടിയിട്ടുള്ളത്. അതുകൊണ്ട് 2-3 കാര്യങ്ങളെ ഞാൻ തുടങ്ങിയത് ഓർമ്മിപ്പിച്ചുകൊണ്ട് ടെലിവിഷന്റെ സ്വാധീനങ്ങളെന്ന് ഒന്ന് വിട്ടുനിൽക്കാൻ വേണ്ടി ശ്രമിക്കുക. ഉപേക്ഷിക്കാനല്ല, വിട്ടുനിൽക്കാൻ, ഒന്നൊന്ന് കുറക്കാൻ. മൊബൈൽ ഫോണിന്റെ ആ ഇളക്കങ്ങളെ ഒന്നൊന്ന് കുറച്ചുകൊണ്ടുവരാം. അമിതമായ സ്വാതന്ത്ര്യങ്ങളിൽ നിന്ന് ഒരു നിയന്ത്രിതമായ സ്വാതന്ത്ര്യങ്ങളിലേക്ക്, കുറ്റിയിൽ കെട്ടിയ, എനിക്ക് ഈ നജാത്തിൽ ഉൾപ്പെടെ വന്ന് പ്രസംഗിച്ച കേരളത്തിലെ മുസ്ലിം സാമൂഹിക ജീവിതത്തെ ആവേശം കൊള്ളിക്കുകയും ആലോചനാപൂർവമായ വഴിയിലൂടെ നയിക്കുകയും ചെയ്ത ഒരു നേതാവുണ്ടായിരുന്നു നമുക്ക്, CH മുഹമ്മദ് കോയ സാഹിബ്. അദ്ദേഹം ഒരു വിദ്യാർത്ഥി ക്യാമ്പിൽ സംസാരിച്ചുകൊണ്ടിരിക്കെ പറഞ്ഞു, എന്റെ പ്രിയപ്പെട്ട കുട്ടികളെ, നിങ്ങൾ ആട്ടിൻ പറ്റങ്ങളെപ്പോലെ മാത്രമേ മേയാൻ പാടുള്ളൂ, കുറ്റിയിൽ കെട്ടിയ ആട്ടിൻ പറ്റങ്ങളെപ്പോലെ.
ഇസ്ലാമിന്റെ കുറ്റിയിൽ കെട്ടിയ ആ കുറ്റി നിങ്ങൾ പൊട്ടിച്ചു പോകരുത് എന്ന്. ഇസ്ലാമിന്റെ കുറ്റി പൊട്ടിച്ചു പോകരുത്. ഈ കുറ്റിയിൽ നിന്ന് എത്താവുന്ന അകലത്തൊക്കെ നിങ്ങൾ പൊയ്ക്കോളൂ എന്ന്. ഇസ്ലാമിന്റെ കുറ്റിയാണെങ്കിലോ വിശാലവുമാണ് എന്ന്. അങ്ങനെ നമ്മുടെ മക്കളെ എന്നല്ല, നമ്മളെ തന്നെ അങ്ങനെ ഒരു നിയന്ത്രണങ്ങളിലേക്ക് കൊണ്ടുവരുന്ന വിധം അതിനാവട്ടെ ഈ രാത്രിയുടെ നിശ്ചയം എന്ന് ആശംസിച്ചുകൊണ്ട് ഈ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിക്കുകയും ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും. ഇനി വിദ്യാർത്ഥികളുടെ പരിപാടി ആയതുകൊണ്ട് കൂടുതൽ ആശംസകളൊന്നുമില്ല. CP അലവി മുസ്ലിയാർ ഒരു ആശംസ പാട്ട് പാടും. അതിനുശേഷം അബ്ദുള്ള കേവിക്ക് നന്ദി പറയും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 1962 ഏകദേശം 50 വർഷം മുമ്പ് എനിക്ക് 13 വയസ്സ് പ്രായമുള്ളപ്പോൾ ഇരിങ്ങാട്ടി ദർസ് വിദ്യാർത്ഥികളുടെ ഒരു നബിദിന യോഗത്തിലേക്ക് വേണ്ടി ബഹുമാനപ്പെട്ട ഉസ്താദ് ഒരു അറബി സ്വാഗതഗാനം എഴുതി. എൻ്റെ സ്നേഹിതന്മാരുടെ നിർബന്ധപ്രകാരം ഞാനിതിവിടെ അവതരിപ്പിക്കുകയാണ്. ബഹുമാനപ്പെട്ട ഉസ്താദ് അവർക്ക് പരലോക ജീവിതം അല്ലാഹു സുഖകരമാക്കി കൊടുക്കുമാറാകട്ടെ. അവിടുന്ന് കാണിച്ചു തന്ന മാർഗങ്ങൾ പിൻപറ്റിക്കൊണ്ട് ജീവിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. മർഹബൻ ബിക്കും അഹ്ല ഗൈറ ഖസായ വലാ നാദാമ മൻ ഹലറുൽ മഹ്ഫില ബിക്കും സാഹില عيدا لمولد طه محمد عيدا لمولد طه محمد مصطفى سيد الكونين منجد إلى الدين القيم في العالم الللم بفصل الخطاب رسلا فصل الخطاب رسلا بكم ساهلا مرحبا بكم أهل غير خزايا ولا نادم من حلر المحفلا بكم ساهلا أرجى بالسماء كلما أرجى به السماء فرأى وكلم ربا حيا بما أهرى فسلم وهو يوم الحشر والحشر يوم يصفى للأمم سائلا مرحبا بكم أولى غير خزايا ولا نادم من حلر المحفلا بكم ساهلا فبمن تصدر فينا ذي المحلرة أيلا كذا أرحب بالامتراء منا بمفتتح النادي لمدح خير الخلق إن أقضى أولا بكم ساهلا مرحبا بكم أهل غير خزايا ولا نادم من حلر المحفلا بكم ساهلا بالسادات وبالخطباء بالسادات وبالخطباء ثم
علماء أيضا وبالأمراء كذاك بالأمراء كذاك بالحلال المجمع ذا بالناصرين لدى حسب استطاعتهم بلا بكم سهلا مرحبا بكم أهلا غير خزايا ولا نادم من حضروا المحفلا بكم سهلا صلى وسلم من خلق السماء صلى وسلم من خلق السماء والأرض دائما على من خاتما بئس من الرسل فبه يا خير ولي كل مقاصدنا حصلا بكم سهلا प्यार की बहार लकी दिल से करार लकी आ जा रे अज परदेशिया हो परदेशिया. അക്കാലത്ത് അറിയപ്പെട്ടിരുന്ന ഒരു ഹിന്ദി ഗാനമാണത്. അതിൻ്റെ രീതിയിലാണ് ഈ അറബി ഗാനം ബഹുമാനപ്പെട്ട ഉസ്താദ് രചിച്ചിരിക്കുന്നത്. അക്കാലത്ത് അത് പാടിയിരുന്നതും ഞാനായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല കലയെ സ്നേഹിച്ചുകൊണ്ട് കലയെ ദുർവ്യയം ചെയ്യാതെ ദീനിനും നമ്മുടെ സമുദായത്തിനും വേണ്ടി ഉപയോഗിക്കാനും അതിനുവേണ്ടി ശ്രമിക്കാനും ഒക്കെ നമ്മുടെ എഴുത്തുകാരും സാഹിത്യകാരന്മാരും ഒക്കെ ഇവിടെ ഉണ്ട്. അവർക്കൊക്കെ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അബ്ദുള്ള കേവിക്ക് നന്ദി പറയും. അസ്സലാമു അലൈക്കും. ഉസ്താദിൻ്റെ സ്മരണകൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു കലാനിശ കൂടി നമുക്ക് അള്ളാഹുവിൻ്റെ തൗഫീഖോടുകൂടി ലഭിച്ചിരിക്കുകയാണ്. ആദ്യമായി അള്ളാഹുവിന് നന്ദി പറയുന്നു. അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. നമ്മുടെ കേരളത്തിൽ മോയിൻകുട്ടി വൈദ്യാർ സ്മാരക ഒരു മന്ദിരം കൊണ്ടോട്ടിയുണ്ടെന്ന് അറിയാം. ആ സ്മാരക മന്ദിരത്തിന്റെ കമ്മിറ്റി മാറി മാറി വരും. ഇപ്പോൾ അതിൻ്റെ അധ്യക്ഷനായി കിട്ടിയിരിക്കുന്നത് കേരളത്തിലെ ഏറ്റവും നല്ല ഒരു എഴുത്തുകാരൻ, ഒരു സാഹിത്യകാരൻ, ഒരു പത്രപ്രവർത്തകൻ, ബഹുമാനപ്പെട്ട നമ്മുടെ CP സയ്യിദ് അലവി സാഹിബ് അവർകളാണ്. അദ്ദേഹത്തെയും അതോടൊപ്പം തന്നെ അതേ കമ്മിറ്റിയിൽ കേരളത്തിന് കൊടുക്കാവുന്ന ഏറ്റവും വലിയ സംഭാവന ആയ ഒരു കമ്മിറ്റി മെമ്പർ OM കരുവാരകുണ്ട്, രണ്ടുപേരും ഒരുമിച്ച് കരുവാരകുണ്ടിന് ഒരു സൗഭാഗ്യം പോലെ ഈ സംഗീത നിശയിൽ ലഭിച്ചിരിക്കുകയാണ്. അതൊരു അപൂർവ സൗഭാഗ്യമായിട്ട് ഞാൻ കാണുന്നു. രണ്ടുപേർക്കും നജാത്തിന്റെ ഈ കലാനിശയുടെ പേരിൽ ഹാർദമായ നന്ദി രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ കരുവാരകുണ്ടിലെ ഉസ്താദിന്റെ ശിഷ്യനും കുടുംബാംഗവും നമുക്കൊക്കെ സുപരിചിതനുമായ നമ്മുടെ ഉസ്താദ് CP അവർക്കും അതുപോലെ തന്നെ ഇതിൽ പങ്കെടുത്ത ഉസ്താദുമാർക്കും ഈ കലാനിശയിൽ പങ്കെടുത്ത എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും കലാപ്രേമികൾക്കും ഉസ്താദുമാർക്കും നാട്ടിലുള്ള ഇതിൽ സദസ്സിൽ പങ്കെടുത്ത എല്ലാവർക്കും അതുപോലെ തന്നെ വരാൻ പോകുന്ന സംഗീത വിരുന്ന് നമുക്ക് നൽകുന്ന പ്രിയപ്പെട്ട കുഞ്ഞുമക്കൾക്ക് എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ സെഷൻ ഇവിടെ അവസാനിച്ചതായി അറിയിക്കുന്നു. വാഖിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അടുത്തതായി കുട്ടികളുടെ കലാപരിപാടികളാണ്. അത് ഉടൻ തുടങ്ങുന്നതാണ്. കലാനിശയുടെ കോർഡിനേറ്റർമാർ എത്രയും പെട്ടെന്ന് വേദി റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്.
से बचाना मुझको, नेक जो राह हो उस राह पे चलाना मुझको, मेरे अल्लाह बुराई से बचाना मुझको। नेक जो राह। शुक्रन। अस्सलामु अलैकुम वरहमतुल्लाहि तआला वबरकातुहू। ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്. നാഥന്റെ വിളിക്കുത്തരം നൽകാനുള്ള യാത്ര, അതും അറ്റം കാണാത്ത കടലിലൂടെ കപ്പലിൽ ഉസ്താദ് രചിച്ച ഹജ്ജ് യാത്ര. ദാറുൻ നജാത്തിന്റെ അനുഗ്രഹീത ഗായകൻ OK അനീസ് ആലപിക്കുന്നു. കൂടി നടന്നു ദിനം കുറെ തെല്ലും കാണാനില്ല എല്ലാം ചുറ്റിലും കല്ലോലും അല കല്ലും അങ്ങനെയല്ലും ഓടിക്കിണഞ്ഞു രണ്ട് വശത്തിൽ ആടിച്ചെരിഞ്ഞും കണ്ട് തേരി കപ്പലാടി മാറി കൂടി നടന്നു ദിനം കുറെ തെല്ലും നേടത്തൊന്നും കാണാനില്ല പാരവാരമാനന്ദമാണെല്ലാം ചുറ്റിലും കല്ലോലം അല കല്ലും അങ്ങനെയല്ലും ഓടിക്കിണഞ്ഞു രണ്ട് വശത്തിൽ ആടിച്ചെരിഞ്ഞും കണ്ട് ഏറെ കാറ്റും കോളില്ലാത്തത മണിക്കൂറിൽ ഉദ്ദേശം 7 മൈൽ വീതം. ഏറെ കാറ്റും കോളില്ലാത്തത മണിക്കൂറിൽ ഉദ്ദേശം 7 മൈൽ വീതം. എന്നും അതോടും പ്രതിനാൾ ദൂരം കൂറി കുന്നോട്ടീസ് ബോർഡിൽ എല്ലാവർക്കും അറിയുന്ന രീതിയിൽ പിന്നെ ചൊല്ലുകിൽ വന്നു ഹാജിമാരൊന്നായി കപ്പലിൽ മീതെ നിരന്നിരിക്കും പല കഥ ഓതിക്കൊണ്ട് രസിക്കും. മീതെ നിരന്നിരിക്കും പല കഥ ഓതിക്കൊണ്ട് രസിക്കും. കേറി രാത്രിയിൽ നോക്കുകയിലാനന്ദം ഏറും ചന്ദ്രനും കൂടെ താരവൃന്ദം. കേറി രാത്രിയിൽ നോക്കുകയിലാനന്ദം ഏറും ചന്ദ്രനും കൂടെ താരാവൃന്ദം. കെക്കേരി ചമ്പരം തന്നിൽ പ്രശോഭിക്കും നോക്കും മഹിതലം പൊന്നൊളി വ്യാപിക്കും. തക്കലിൽ കടലൊക്കെയും കനകക്കാന്തി കനകക്കാന്തിൽ വരും. മുങ്ങിക്കുളിച്ചിടുവാൻ അതിലിറങ്ങി കളിച്ചിടുവാൻ. മുങ്ങിക്കുളിച്ചിടുവാൻ അതിലിറങ്ങി കളിച്ചിടുവാൻ. തേറി കപ്പലറബിക്കടൽ ഗിരി മാറി കൂടി നടന്നു ദിനം കൂറെ തെല്ലും കാര നോക്കും നേടത്തൊന്നും കാണാനില്ല കീഴിൽ പാരവാരമാനന്ദമാണെല്ലാം ചുറ്റിലും കല്ലോലം അല തല്ലുന്നങ്ങനെയല്ലിലും പകൽ ഓടിക്കിണഞ്ഞു രണ്ട് വശത്തിൽ ആടിച്ചെരിഞ്ഞും കണ്ട്. ജോറിൽ നിത്യം നടത്തും പ്രസംഗം അമീറുൽ ഹജ്ജിന്റെ ഇരിപ്പിടം തന്നീന്ന്. ജോറിൽ നിത്യം നടത്തും പ്രസംഗം അമീറുൽ ഹജ്ജിന്റെ ഇരിപ്പിടം തന്നീന്ന്.
ചൂഷണം ചെയ്യും പ്രസംഗത്തിനായി പല ഭാഷക്കാരെയവർ ഹജ്ജിന്റെ മസാല ശേഷം വിശേഷം മറ്റും പ്രഭാഷണങ്ങളാവേശത്തോടെയാൽ ചെയ്യും ഫലപ്രദമായി അനുദിനം കയ്യും ഗുണപ്രദമായി ചെയ്യും ഫലപ്രദമായി അനുദിനം കയ്യും ഗുണപ്രദമായി തേറി കപ്പലറബിക്കടൽ വിരിമാറിൽ കൂടി നടന്നു ദിനം തൂറെ തെല്ലും കര നോക്കുന്നിടത്തൊന്നും കാണാനില്ല കീഴിൽ പാരവാരമാനന്ദമാ എല്ലാം ചുറ്റിലും കല്ലോലം അല തല്ലുന്നങ്ങനെ അല്ലീലും പകൽ ഓടിക്കിണങ്ങി രണ്ട് വശത്തിൽ ആടിച്ചെരിഞ്ഞും കണ്ട് ഓടിക്കിണഞ്ഞു രണ്ട് വശത്തിൽ ആടിച്ചെരിഞ്ഞും കണ്ട് എന്നും രാവിലെ നൽകും ചായ കൂടെ തിന്നാൻ റൊട്ടിയോ ഉപ്പുമാവോ റെസ്കോ എന്നും രാവിലെ നൽകും ചായ കൂടെ തിന്നാൻ റൊട്ടിയോ ഉപ്പുമാവോ റെസ്കോ എന്നപ്പോൾ ചോറോ ചപ്പാത്തിയോ തന്നിടും മാംസമോ മീനോ തർക്കാരിയോ മുന്നിൽ ഉള്ളിയും പിന്നെ അച്ചാറും നന്നേ ദാലതും വന്നാൽ അല്പമേ എടുത്ത് ഭുജിച്ച് നോക്കും പലരും മടുത്ത് പുറത്തൊഴിക്കും എടുത്ത് ഭുജിച്ച് നോക്കും പലരും മടുത്ത് പുറത്തൊഴിക്കും തേരി കപ്പലറബിക്കടൽ വിരിമാറി കൂടി നടന്നു ദിനം കൂറെ തെല്ലും കര നോക്കുന്നിടത്തൊന്നും കാണാനില്ല കീഴിൽ പാരവാരമാനന്ദമാണെല്ലാം ചുറ്റിലും കല്ലോലം അല തല്ലും നങ്ങനെ അല്ലീലും പകൽ ഓടിക്കിണഞ്ഞു രണ്ട് വശത്തിൽ ആടിച്ചെരിഞ്ഞും കൊണ്ട് ഓടിക്കിണഞ്ഞു രണ്ട് വശത്തിൽ ആടിച്ചെരിഞ്ഞും കണ്ട് മനോളിന് ചുറ്റും കൂടിയിരുന്ന് കോലാഹലങ്ങൾ വയ്ക്കലല്ല, മറിച്ച് പാടിപ്പറയലാണിത്. അഫ്ന എന്ന അറബി പദത്തിൽ നിന്ന് ഉത്ഭവം. ഒപ്പന, ശരിയായ പേര് വട്ടപ്പാട്ട്. ആറുനജാത്ത് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ കൊച്ചു കൂട്ടുകാർ അവതരിപ്പിക്കുന്ന വട്ടപ്പാട്ട് സ്റ്റേജിൽ അവതരിപ്പിക്കുകയായി. ദാറുന്നജാത്ത് ഇസ്ലാമിക് സെന്റർ 36ാം വാർഷികാഘോഷത്തോടനുബന്ധിച്ച് പിയാസ നജാത്ത് ടാലന്റ് ഹണ്ട് ക്വിസ് റിയാലിറ്റി ഷോ നജാത്ത് ഹയർ സെക്കൻഡറി സ്കൂളിൽ ജനുവരി 17 ചൊവ്വാഴ്ച വൈകുന്നേരം 7 മണിക്ക്. അതുപോലെ കാതിരിലെങ്കും സുഹൃതമിലവങ്ങിടും താജത് ചൂടി ബഹുമാന പുതുമകൾ നികന്തിടും പുതുമാരൻ തപക്കനവാ ആദരവാകിന ചുരിതമൊത്തൊരു മാനിതരാദരവാകിന ചുരിതമൊത്തൊരു മാനിതമാരൻ വിരിതരിശോത്തന ചിത്തമിളിപ്പിലിതാ ആദരമാം ചുരിതമൊത്തൊരു ബിരിതമാകിന മാനിതമാരൻ അതയിലും തൂക്കിന റഹ്മ താകിന താചരിത ആദരമാം ചുരിതമൊത്തൊരു ബിരിതമാകിന മാനിതമാരൻ അതയിലും തൂക്കിന റഹ്മ താകിന താചരിത
ബദർ പോലെ കാതിരിലെങ്കും സുഹൃതമിലൊടുങ്ങിടും താജത് ചൂടി ബഹുമാന പുതുമകൾ നികന്തിടും പുതുമാര സഭക്കണവാ ഉദവിനാഥന ദേഹിയുള്ളൊരു ബദനൊളി തൂകുന്ന മുത്തി ഉലകിനാകെ ആദിമൂത്തൊളി വലിമ പൊലിമകൾ പേരും വീത്ത് പദവി സ്വർഗമിലെങ്കും താനമിൽ പുതുമകൾ കണ്ടാതെ വീത്തേ പുകളുമംഗല കോരിശത്തരം പറയുകിൽ വസുപ്പും പെരുത്ത് പേരുത്തുള്ളി പൊരുത്തുമ്പത്തഹമദര പാരം ബീവി ഹദീജാബ് അനൈതു ഹൈറ പേരുത്തുള്ളി പൊരുത്തുമ്പത്തഹമദര പാരം ബീവി ഹദീജാബ് അനൈതു ഹൈറ ഹാത്തിമരത്തി ഖബർ ഖദീജ തന്നിൽ മെത്തി ഹാലിക്ക് മരുള നേരി വരുത്തി കാരുത്തി കൊണ്ടൂര തോര ആതിർപ്പന്നേരി വാശങ്കിടൽ തിക്കല്യാണം സുവർഗത്തട്ടി കാരുത്തി കൊണ്ടൂര തോര ആതിർപ്പന്നേരി വാസന വീശിട ചോര തോമല അമ്പർ വിസ്തരമേറ കയ്യാല വിട്ട് കമീസ് ഹറീറ ൂമ സുറൂറാടിയേ ഇരവാണോ കിണമങ്ക ആറാകൂടിയേ സാരീരൂമൽ സുറൂറാടിയേ ഇരവാണോ കിണമങ്ക ആറാകൂടിയേ നിറമികൾ കതിരായ മുത്ത് മുസ്തഫ റസൂലുള്ളാഹി നിറമികൾ കതിരായ മുത്ത് മുസ്തഫ റസൂലുള്ളാഹി തേറും തൃക്കല്യാണം സ്വർഗമെങ്കും ആഘോഷങ്ങൾ തേറും തൃക്കല്യാണം സ്വർഗമെങ്കും ആഘോഷങ്ങൾ ോര് സകൽ മംഗലം സഭയിൽ വാരൻ ആണവായി ോര് സകൽ മംഗല സഭയിൽ വാരൻ ആണവായി കമരും കൊല്ലും ശോഭ മങ്കും വീതം ഓളിവായി കാമർ കൊല്ലും ശോഭ മങ്കും വീതം ഓളിവായി മംഗലം കൂടാൻ പുരുഷാരം പലതെത്തിയല്ലോ മംഗലം കൂടാൻ പുരുഷാരം പലതെത്തിയല്ലോ വരവും സൈതാനോർ ലെങ്കും തങ്ക നൂറായില്ലോ വരവും സൈതാനോർ ലെങ്കും തങ്ക നൂറായല്ലോ ഈമാൻ കൽബിൽ കനിഞ്ഞുള്ളതാം യാസീനോരേ കരതെത്തിട ഈമാൻ കൽബിൽ കനിഞ്ഞുള്ളതാം യാസീനോരേ നാശിം പൂവിൻ തൃക്കല്യാണം അജപാശബേ യാശിം പൂവിൻ തൃക്കല്യാണം അജപാശബേ മനുഷ്യന്റെ യാതൃപ്പമായി മനുഷ്യന്റെ യാതൃപ്പമായി അതുകൂടാൻ മാലായിക്കത്താണ് വേദായി മാലായിക്കത്താണ് വേദായി അനവധി അന്ത്യം അമ്പര് വേറെ അജിബിള്ളാർബികൾ ജിന്നുകൾ വേറെ അറിവിടെ ആദ്യം സംഗമ ചോറ ജോറായി തൃക്കല്യാണ പാരിശത്തിര കല്യാണം പാരിശത്തിര കുത്തുമത നോളി വെത്തിര കുത്തുമത നോളി വെത്തിര റസൂല് ഉത്തമാശിമം റസൂല് കത്തന വെന്തിരു മുത്ത് റസൂല് റസൂൽ തിങ്ക പുതുമാര ചാമത്തിരിപ്പാ പുതുമാര ചാമത്തിരിപ്പാ പരിസരം അപ്പനവപ്പാ പരിസരം അപ്പനവപ്പാ വന്ന മീമ മുസ്തഫ റസൂൽ ഗീതമോദ മംഗലത്തിൽ മർഹബ പൊങ്കിട്ട കാലം ഒളിവ് വന്ന മീമ മുസ്തഫ റസൂൽ ഗീതമോദ മംഗലത്തിൽ മർഹബ പൊങ്കിട്ട കാലം ആമിന്മന മംഗലമാൽ മണ്ഡപത്തിൽ എത്തിയല്ലോ ആശിം പൊന്നാതിരൽ വിണ്ടപ്പന സഫത്തുവല്ലോ ആമിന്മന മംഗലമാൽ മണ്ഡപത്തിൽ എത്തിയല്ലോ ആശിം പൊന്നാതിരൽ വിണ്ടപ്പന സഫത്തുവല്ലോ കാവി വർണ്ണന പുരുഷാരം കാവി വർണ്ണന മികവപ്പന
ചിന്തു മികവപ്പരാത് കൊട്ടി ഒപ്പരമുത്തിൽ വഴികൾ പാടി ഒക്കെ സന്തോഷ പരിപാടിയാടുങ്ങൾ സാബക്കുള്ള മര്യാദകൾ സാബക്കുള്ള മര്യാദകൾ വീടാതുകൾ അനുപിന്നരിൽ വീടാതുകൾ അനുപിന്നരിൽ വീട്ടിൽ കെട്ടുനിടത്തിൽ നാട്ടും നടപ്പുകളൊക്കെ വേണം നാണം വേണ്ട സഭയിലിരിപ്പിൽ നിർത്തിമോ താഹമതി വിശേഷം കേൾപ്പാഹമതി വിശേഷം കേൾപ്പാ കാവ്യ ചെല്ലാം മുറുതിയപ്പാ കാവ്യ ചെല്ലാം മുറുതിയപ്പാ മംഗളെ തിന്നിമ്പമൂറ്റേ പദവി ദിനമേ കുറി കുറിത്തേ പദവി ദിനമേ കുറി കുറിത്ത് മംഗളെ തൊക്കെ പരക്കൈ കഥകൾ അറിവാൻ വിടയടുത്തേ കഥകൾ അറിവാൻ വിടയടുത്ത് ചുറ്റും തോരണ കേട്ടതിര് മതിലും സിരവലിത്തേ അതിര് മതിലും സിരവലിത്ത് ും ദീപചമ്പക ജുബനതിരം തിരികൊളുത്തേ പലതിരും തിരികൊളുത്ത് കാറിങ്ങിത് പല തട്ടിലിഷ്ടം പല പുറത്തേ തട്ടിലിഷ്ടം പല പുറത്ത് കാർക്കിങ്ങിനെയും ഒരേ വണ്ണം അലങ്കരിത്തേ ഒരേ വണ്ണം അലങ്കരിത്ത് അലങ്കാര പദവിയായിട്ടൊടുങ്ങാവണ്ണം ആദൂർപ്പങ്ങൾ ചുരുക്കിന ആറയും കന്നം അലങ്കാര പദവിയായിട്ടൊടുങ്ങാവണ്ണം ആദൂർപ്പങ്ങൾ ചുരുക്കിന ആറയും കന്നം പർവ്വത വണ്ണമ പലവിധ എണ്ണം പർവ്വത മന്നര് അമിരകൾ തിന്നും അറിവാ നിന്നോട് പുരനഗറീന നാഗേജത്തിൽ പല ദൂജ യജമാനോരും മഹാഘോജ നളർപ്പാന ആണയും നേരം നാഗരത്തിൽ പല ദൂജർ യജമാനോരും മഹാഘോഷ നളർപ്പാന ആണയും നേരം അണവിട സരസിയ സിരികൾ പുരുഷർ തനമുട മനദർശനവത് പകരി വിണിയുടെ ശോഭന ദിവസുകൾ അനവർ ആനന്ദ ദീനം വേല ആടുത്താടുത്തേ ആരിമ പൂക്കുളൽ ഹുസ്നുൽ ജമാലൂരത്തേ ആനന്ദ ദീനം വേല ആടുത്താടുത്തേ ആരിമ പൂക്കുളൽ ഹുസ്നുൽ ാറ്റൽ ൂക്കിയാവി ആകൈന്താലി അഴകത്ത കുൽസും അവർ പേരൈന്താമുണ്ടേ കാടൈന്താറ്റൽ ൂക്കിയാവി ആകൈന്താലിൽ അഴകത്ത കുൽസും അവർ പേരൈന്താറും സുഹീറാവി കാതുർപേത്തിൽ ഊടലി ചെണ്ടും ബജൽക്കാലം ആദിയിലെങ്കും ഇരുകുലമേ ഉടൽമുണ്ട് കാടൈന്താറ്റൻ തൂക്കിയാവി ആകൈന്താലിൽ അൽകൊത്ത കുൽസും അവർ പീരൈന്താ ഉടൽമുണ്ട് കാടൈന്താറ്റൻ തൂക്കിയാവി ആകൈന്താലിൽ അൽകൊത്ത കുൽസും അവർ പീരൈന്താ മനോഹരം, ആഹ്ലാദകരം, അനിർവചനീയം. തേജാവാറാതെയുള്ള നിങ്ങളുടെ കളികൾ ജോറായി കൊച്ചുകൂട്ടുകാരെ. കൂട്ടം കൂടുന്നതിൽ മാധുര്യമുണ്ട്, സുരക്ഷിതത്വവും. അത് ഗാനാലാപനത്തിലുമാവാം. നസാദ് കോളേജ് മുർഷിദും കൂട്ടും. ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മിയും ഹംദും സ്വലാത്തും സലാമോതുന്നേ, വിസ്മയിക്കും കളി ഞങ്ങൾ തുടങ്ങിയിടുന്നേ.
അസ്തമിക്കും ശംസിനെയും മടങ്ങാൻ ചൊന്നേ മുസ്തഫ നബി തങ്ങളെ സ്തുതി ഇതാ പാടുന്നേ ബിസ്മിയും ഹംദും സ്വലാത്തും സലാമോതുന്നേ വിസ്മയിക്കും കാലീനങ്ങൾ തുടങ്ങിയിരുന്നേ അസ്തമിക്കും ശംസിനെയും മടങ്ങാൻ ചൊന്നേ മുസ്തഫ നബി തങ്ങളെ സ്തുതി ഇതാ പാടുന്നേ വിസ്തൃതമുലകത്തിൽ റഹ്മത്തായുദിച്ച് വിശ്രുത നിയമത്തിൽ മണിമുത്തായുദിച്ച് വിസ്തൃത ഉലകത്തിൽ റഹ്മത്തായുദിച്ച് വിശ്രുത നിയമത്തിൽ മണിമുത്തായുദിച്ച് മുസ്തഫയായുമായി തന്നെ നയിച്ച് മുത്തേ മതിപ്പാടും തരുവിടാം ബിസ്മിയും ഹംദും സ്വലാത്തും സലാമോതുന്നേ വിസ്മയിക്കും കാലീനങ്ങൾ തുടങ്ങിയിരുന്നേ അസ്തമിക്കും ശംസിനെയും മടങ്ങാൻ ചൊന്നേ മുസ്തഫ നബി തങ്ങളെ സ്തുതി ഇതാ പാടുന്നേ അസലൂറും കലിമത്തായി ഹൃദയത്തിൽ തിളങ്ങി ഇശലൂറും ഖുർആനിൽ വചനങ്ങൾ ഇറങ്ങി അസലൂറും കലിമത്തായി ഹൃദയത്തിൽ തിളങ്ങി ഇശലൂറും ഖുർആനിൽ വചനങ്ങൾ ഇറങ്ങി മതമില്ലാത്തൊരു സ്നേഹം ഭവനങ്ങൾ ഒരുങ്ങി മുത്തേ കൊട്ടിപ്പാടും തരുവിടാം ബിസ്മിയും ഹംദും സ്വലാത്തും സലാമോതുന്നേ വിസ്മയിക്കും കാലീനങ്ങൾ തുടങ്ങിയിരുന്നേ അസ്തമിക്കും ശംസിനെയും മടങ്ങാൻ ചൊന്നേ മുസ്തഫ നബി തങ്ങളെ സ്തുതി ഇതാ പാടുന്നേ വിശ്വാസത്തിൻ സുഗന്ധങ്ങൾ നിശ്വാസത്തിൽ പടർന്നു വിശാലമാരിഭൂവിൽ കുളിർ മഞ്ഞു പൊഴിഞ്ഞു വിശ്വാസത്തിൻ സുഗന്ധങ്ങൾ വിശ്വാസത്തിൽ പടർന്നു വിശാലമാരിഭൂവിൽ കുളിർ മഞ്ഞു പൊഴിഞ്ഞു ബിലാലിന്റെ വസന്തങ്ങൾ ഇഹലോകം പടർന്നു മുത്തേ മറിഹിൽ കെട്ടിപ്പാടും തരുവിടാം താളരാജ പാരവീകൾ അലങ്കരിച്ച് താന സുഹൃത സുഗന്ധത്താൽ ഒളി മികച്ച് നീല സമരാസ്മൃതി തിങ്ങും ചുവടുവെച്ച് നീണ്ട ശുക്രും സ്മൃതിയാൽ കളി അടക്കം വെച്ച് താളരാജ പാരവീകൾ അലങ്കരിച്ച് താന സുഹൃത സുഗന്ധത്താൽ ഒളി മികച്ച് നീല സമര സ്മൃതി തിങ്ങും ചുവടുവെച്ച് നീണ്ട ശുക്രും സ്മൃതിയാൽ അടക്കം വെച്ച് താളരാജ പാരവീകൾ അലങ്കരിച്ച് താന സുഹൃത സുഗന്ധത്താൽ ഒളി മികച്ച് നീല സമര സ്മൃതി തിങ്ങും ചുവടുവെച്ച് നീണ്ട ശുക്രും സ്മൃതിയാൽ കളി അടക്കം വെച്ച്. അസ്സലാമു അലൈക്കും. കവിതകൾ കാവ്യാത്മകമാണ്, കാര്യരുമ്പിനെയും കരയിപ്പിച്ചേക്കാം. ഒരു ഇംഗ്ലീഷ് കവിത. നജാബ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ ഷമീർ. Respected teachers and parents, dear my friends, Assalamu alaikum. Today I am glad here to see to a Saudi poem named A Moonbeam Calm written by
the world famous bright resting boat. Deep in the night, when all is still, a moonbeam come, the window still, all you beat, it softly flies, to see you sleep, had closed your eyes, and take you to the land of sin. Assalamu alaikum. ആകാശങ്ങൾ കൊത്തിനിറച്ച് വികൃതമാക്കി വായിൽ തോന്നിയെപ്പോലെ ആലപിച്ചാൽ മാപ്പിളപ്പാട്ടാവുമോ? തേനൂറും ഇശലുകൾ. ഇസ്ലാമിക ചരിത്രാഖ്യാനം മാധുര്യമുള്ള ശബ്ദത്തിൽ ഒരു മാപ്പിളപ്പാട്ടുമായി ദാറുന്നജാത്ത് ഓർഫനേജ് യുപി സ്കൂളിലെ അഷ്ഫാഖ്. അസ്സലാമു അലൈക്കും. ചെറുവാടി ടി പി അബ്ദുള്ള സാഹിബ് രചിച്ച മാപ്പിള പാട്ടുകളിൽ ഏതാനും വരികൾ. ആകാരമതഞ്ചിതമാലണിയ കമലരനുപമാ ഗണിത സുഹൃതമാ കളങ്ക സരളമാ അഗനിന്റെ ഗത്തി മികത്തവരേ മികത്തോറുരത്തോർ ഹദിജത്തോർ മാഹിനെ ബിക്കിണ വെക്കാനേ പൂരി വേളി കാലത്തിലിരിക്കാനേ ആകാരമതഞ്ചിതമാലണിയ കമലാനുപമാ ഗണിത സുഹൃതമാ കളങ്ക സരളമാ അഗനിന്റെ ഗത്തി മികത്തവരേ മികത്തോറുരത്തോർ ഹദിജത്തോർ മാഹിനെ ബിക്കിണ വെക്കാനേ പൂരി വേളി കാലത്തിലിരിക്കാനേ ഭാഗതയും ആപത് ശാപത്തിൽ പോയതും കണ്ടോർ കുതിരത്തി ഭാഗയം തരിശിഖരത്തിൻ തണിയേറ്റ് കനിന്തിടലായി സത്ത് ഭാഗതയും ആപത് ശാപത്തിൽ പോയതും കണ്ടോർ കുതിരത്തി ഭാഗയം തരിശിഖരത്തിൻ തണിയേറ്റ് കനിന്തിടലായി സത്ത് ഉളരിടും അവരും നദിച്ചണമേ ഉരവിടും മധുകഥ ജനപദമേ ഉളരിടും അവരും നദിച്ചണമേ ഉരവിടും മധുകഥ ജനപദമേ പദവിയിലിരുന്നവരാളവർഹിതം നേടി അനന്തരമായി പദവിയിലിരുന്നവർഹിതം നേടി അനന്തരമായി ചാരയണിഞ്ഞവർ അരമന തന്നിൽ ഉത്തിരവാകും താൻ ആകാരമതഞ്ചിതമാലണിയ കമലരനുപമാ ഗണിത സുഹൃതമാ കളങ്ക സരളമാ അഗനിന്റെ ഗത്തി മികത്തവരേ മികത്തോറുരത്തോർ ഹദിജത്തോർ മാഹിനെ ബിക്കിണ വെക്കാനേ പൂരി വേളി കാലത്തിരിക്കാനേ മാലുകൾ മുൽക്കാതിർത്താർ സുത്തമതാക്കും പാദമത് ഹാലുകോൻ മമനേശ്വര ഹൊയ്ക്കിന തീർത്തതുമേ പോലിത് സരിതേ മാലുകൾ മുൽക്കാതിർത്താർ സുത്തമതാക്കും പാദമത് ഹാലുകോൻ മമനേശ്വര ഹൊയ്ക്കിന തീർത്തതുമേ പോലിത് സരിതേ കനിതിടും മധുവിധ പലവിധമേ കനമതിലുകൊണ്ടുക സാനയുമേ കനിതിടും മധുവിധ പലവിധമേ കനമതിലുകൊണ്ടുക സാനയുമേ തേനുര ചാണ്ടിടവേ ചുമതട പൂമണം വീശിടവേ
തേനുറ ചോർന്നിടവേ സുമതടം പൂമണം വീശിടവേ മുഹബത്തിൻ മതിസുര ചാറുകയായി ഇഷ്കിൻ ബഹറല പൊന്തി മറിഞ്ഞവരത്തടമെത്തിടുമൊത്തിന തേടുകയായി ആകാരമതഞ്ചിതമാരണുയകമലറനുപമാ ഗണിത സുഹൃതമാ കളങ്ക സരളമാ അകനിന്റെ വ്യക്തി മികത്തവരേ മികത്തോരു തോർവി ഹദിജത്തോ മാഹിനെ ബിക്കിണവെക്കാനേ പൂജി വേളിക്കാലത്തിലിരിക്കാനേ. അസ്സലാമു അലൈക്കും. ഈ ലോകം സൃഷ്ടിക്കാൻ കാരണഭൂതരായ മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകത്തിന് മുഴുവൻ അനുഗ്രഹമായി മുത്തുനബിയുടെ അന്ത്യ നിമിഷങ്ങൾ അവതരിപ്പിക്കുകയാണ് ഒരു ഗാനത്തിലൂടെ മുഹമ്മദ് ഫവാസ്. അസ്റായീലെത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരുമേനിയുടെ റൂഹിനെ പിടിക്കാൻ ആദരവോടെ അനുവാദം ചോദിക്കുന്നു. മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ലോകത്തിലുള്ള യാത്രയുടെ അവസാന നിമിഷങ്ങൾ ഗാനാലാപന ഫവാസ്. അസ്സലാമു അലൈക്കും. അഷ്റഫുൽ ഖൽഖിന്റെ വഫാത്തിന്റെ നേരത്ത് അർളും സമാവാത്തും പൊട്ടിക്കരഞ്ഞല്ലോ. അഷ്റഫുൽ ഖൽഖിൻ വഫാത്തിന്റെ നേരത്ത് അർളും സമാവാത്തും പൊട്ടിക്കരഞ്ഞല്ലോ. ആരംഭപ്പൂവിന്റെ ഹാലും നില കണ്ടേ ആലും സ്വഹാബത്തും ദുഃഖിച്ചിരിപ്പല്ലോ. അഷ്റഫുൽ ഖൽഖിൻ വഫാത്തിന്റെ നേരത്ത് അർളും സമാവാത്തും പൊട്ടിക്കരഞ്ഞല്ലോ. മുത്തായ തങ്ങൾ തളർന്ന് കിടക്കും മലക്കുൽ മൗത്ത് അസ്റായീൽ നേരത്ത് മനുഷ്യന്റെ രൂപത്തിൽ ചാരത്ത് നിന്നിട്ട് മലക്കുൽ മൗത്ത് അസ്റായീൽ നേരത്ത് മനുഷ്യന്റെ രൂപത്തിൽ ചാരത്ത് നിന്നിട്ട് മാണിക്യക്കല്ലിനോടേറ്റം അതബിലേൽ മേന്മസലാമും പറയുന്നു നേരിലെ. അഷ്റഫുൽ ഖൽഖിൻ വഫാത്തിന്റെ നേരത്ത് അർളും സമാവാത്തും പൊട്ടിക്കരഞ്ഞല്ലോ. വന്ന വിശേഷം മാലക്ക് പറയുന്നു മന്നാങ്കമർ പോലെ വന്നുള്ളതാണെന്ന്. വന്ന വിശേഷം മാലക്ക് പറയുന്നു മന്നാങ്കമർ പോലെ വന്നുള്ളതാണെന്ന്. സമ്മതമുണ്ടെങ്കിൽ റൂഹ് പിടിക്കാനും സമ്മതമില്ലെങ്കിൽ കണ്ട് തിരിക്കാനും. സമ്മതമുണ്ടെങ്കിൽ റൂഹ് പിടിക്കാനും
ഞാനും സമ്മതമില്ലെങ്കിൽ കണ്ടേത്തിരിക്കാനും അഷ്റഫുൽ ഖൽഖിന്റെ ഫാത്തിൻ്റെ നേരത്തെ അർളും സമാവാത്തും പൊട്ടിക്കരഞ്ഞല്ലോ. അനുവാദം മുത്ത് റസൂലും കൊടുക്കുന്നു. അസ്രായീൽ അന്നേരം റൂഹ് പിടിക്കുന്നു. അനുവാദം മുത്ത് റസൂലും കൊടുക്കുന്നു. അസ്രായീൽ അന്നേരം റൂഹ് പിടിക്കുന്നു. ആലം ദുനിയ ആകെ Respected teachers, honorable guests and parents, dear my friends, Assalamu alaikum. I am very glad to be here in this delightful occasion of 36th anniversary of Darul Najat Islamic Center. As you know, the name itself shows it's a center for safety and security. Tens and thousands of students, homeless, orphans and destitutes are being helped here. So we have to be proud of to be here as a member of Najat family. Thousands of students are being taught here in different schools and colleges. But the ultimate thing when we evaluate the educational system of Najat, we can see both material and spiritual education combined together that will help us to lead our life ahead in this world and hereafter. But one should be in our mind that all the developments and facilities that we are entertaining now is because of the demised leader and the founder of Darul Najat Islamic Center and unforgettable leader of our time, K.T. Manu Musliya. May Allah subhanahu wa ta'ala forgive him and show his wings of mercy upon him and his Darul Najat. And I would like to conclude my words, but one thing which I would like to mention is that we should not deviate from the straight path of our great leader, and let us work together for the groups. Let us work together for the developments of all our groups of institutions. May Allah subhanahu wa ta'ala show mercy upon all our deeds and words. Ameen. Thank you. Assalamu alaikum. അറബ് നാടുകളുമായി നമുക്ക് ഏറെ മുമ്പേ ബന്ധമുണ്ട്. അവരുടെ സംസ്കാരം നമ്മുടേതുമായി. അറബി ഗാനവുമായി നജാത്ത് ശരിയ കോളേജിലെ ശിഹാബ്. السلام عليكم. يثنيهم في غزة جد الهرة وزغز غزما في دفع جسما وزغز غزما في دفع جسما سيل سيلا قيد شملا شيد هملا في قوة
سيد سيلا قيد شملا سيد هملا في قوة شبان ندوم في كل حين تترى خلان نثنيهم في غزة جد الهرام أغدان قد غاصوا جورا في فلسطين أحيانا قد صالوا عذبا في فلسطين أغدانا قد صالوا عذبا في فلسطين أحيانا قد صالوا عذبا في فلسطين هيئتم جرعا ميزتم شجعا سيلتم دمعا يا أبطال هيئتم جرعا ميزتم شجعا سيلتم دمعا يا أبطال هيا 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 يا شجعان هيا 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 يا شجعان شبان ندوم في كل حين تترى خلان نثنيهم في غزة جد الهرام أولاد قد ماتوا جوعا في أرجائي أقوام قد نالوا ضرا في أنهائي أولاد قد ماتوا جوعا في أرجائي أقوام قد نالوا ضرا في أنهائي فتكتم حملا مزقتم علا دمرتم هرا يا غدا فتكتم حملا مزقتم علا دمرتم هرا يا غدا هيا 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 يا شجعان هيا 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 يا شجعان شبان ندوم في كل حين تترى خلان نثنيهم في غزة جد الهرة وزوز من في دفادو جسما وزوز من في دفادو جسما سيد سيلا قيد شملا سيد هملا في قوة سيد سيلا قيد شملا سيد هملا في قوة شبان ندوم في كل حين تترى خلان نثنيهم في غزة جد الهرام السلام عليكم ചാഞ്ഞും ചെരിഞ്ഞും കൈയടിച്ചും ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ കൊച്ചുകൂട്ടുകാർ നമ്മെ കാഴ്ചയുടെ മനോഹരമായ ലോകത്തേക്ക് കൈയുയർത്തിപ്പിടിച്ച വട്ടപ്പാട്ട്, അതിന് ശേഷം ഇനിയും വേദിയിൽ ദഫ്മുട്ട്, ഭക്തിഗാനം, മിമിക്രി, നാടൻപാട്ട്, അറബിഗാനം, സംഘഗാനം, ന്യൂസ് റീഡിംഗ്, ബുർദ പാരായണം തുടങ്ങിയ വൈവിധ്യമാർന്ന അനേകം പരിപാടികൾ നിങ്ങളെ കാത്തിരിക്കുകയാണ്. വേദിയിൽ അടുത്തതായി മാപ്പിളപ്പാട്ട്, റാഷിദ് സേട്ടി, നജാത്ത് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ. ദാറുൽ നജാത്ത് ഇസ്ലാമിക് സെന്ററിന്റെ 36ാം വാർഷികാഘോഷത്തോടനുബന്ധിച്ച് പിയാസ നജാത്ത് ടാലന്റ് ഹണ്ട് കിസ് റിയാലിറ്റി ഷോ നജാത്ത് ഹയർ സെക്കൻഡറി സ്കൂളിൽ ജനുവരി 17 ചൊവ്വാഴ്ച വൈകുന്നേരം 7 മണിക്ക് പ്രൊഫഷണൽ കിസ് മാസ്റ്റർ നൌഷാദ് അരീക്കോ നയിക്കുന്നു. ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ജനുവരി 17 ചൊവ്വാഴ്ച നജാത്ത് ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക്.
അസ്സലാമു അലൈക്കും. മുസമ്മിലരെ മുബശ്ശിരരെ മുഫല്ലൽ മുഹമ്മദരെ മഹിയകിലും വാഴ്ത്തിടുമേ മധുരിത ഗാനങ്ങൾ. യാ റസൂലരെ സലാം, യാ ഹബീബരെ സലാം, യാ റസൂലരെ സലാം, യാ ഹബീബരെ സലാം. മുസമ്മിലരെ മുബശ്ശിരരെ മുഫല്ലൽ മുഹമ്മദരെ മഹിയകിലും വാഴ്ത്തിടുമേ മധുരിത ഗാനങ്ങൾ. യാ റസൂലരെ സലാം, യാ ഹബീബരെ സലാം, യാ റസൂലരെ സലാം, യാ ഹബീബരെ സലാം. പ്രഭവീഷും നിലാവൊളിയായി പിരിശമതേറും പ്രവാചകരായി പാരാകെ പരിമളമായി വന്നൊരു താജരേ. അറിവിന്റെ നിറകുടമായി അഹദിൻ വഴികൾ ചെന്നിടലായി അഴകേറും വദനവുമായി വിളങ്ങിയ രാജരേ. തേടുന്നിതാ തേടുന്നിതാ തുണയേകുവാൻ റൗള കാണുവാൻ. തേടുന്നിതാ തേടുന്നിതാ തുണയേകുവാൻ റൗള കാണുവാൻ. മുസമ്മിലരെ മുബശ്ശിരരെ മുഫല്ലൽ മുഹമ്മദരെ മഹിയകിലും വാഴ്ത്തിടുമേ മധുരിത ഗാനങ്ങൾ. സലാം, യാ ഹബീബരെ സലാം. സ്നേഹത്തിൻ അലകടലായി സത്യമതത്തിൻ വാഹകരായി സകലരിലും സാന്ത്വനമായി വിളങ്ങിയ ശംസരേ. മുഹബത്തിൻ തേനിശലായി മധുകളകിലം വാഴ്ത്തുകയായി മധുവൊഴുകും ചരിതവുമായി വിടർന്നൊരു സൂനമേ. ഉയരുന്നിതാ ഉയരുന്നിതാ സ്വലാത്തുകൾ ഓതുന്നിതാ. ഉയരുന്നിതാ ഉയരുന്നിതാ സ്വലാത്തുകൾ ഓതുന്നിതാ. മുസമ്മിലരെ മുബശ്ശിരരെ മുഫല്ലൽ മുഹമ്മദരെ മഹിയകിലും വാഴ്ത്തിടുമേ മധുരിത ഗാനങ്ങൾ. യാ റസൂലരെ സലാം, യാ ഹബീബരെ സലാം, യാ റസൂലരെ സലാം, യാ ഹബീബരെ സലാം. മുസമ്മിലരെ മുബശ്ശിരരെ മുഫല്ലൽ മുഹമ്മദരെ മഹിയകിലും വാഴ്ത്തിടുമേ മധുരിത ഗാനങ്ങൾ. യാ റസൂലരെ സലാം, യാ ഹബീബരെ സലാം, യാ റസൂലരെ സലാം, യാ ഹബീബരെ സലാം, യാ റസൂലരെ സലാം, യാ ഹബീബരെ സലാം, യാ റസൂലരെ സലാം, യാ ഹബീബരെ സലാം. അസ്സലാമു അലൈക്കും. അറബി സംഘഗാനവുമായി
DNOUP സ്കൂളിലെ സൽമാൻ ആൻഡ് പാർട്ടൈ. അറിവുകൾ എല്ലായ്പ്പോഴും പരിമിതമാണ്. ഇസ്ലാമിക കർമ്മശാസ്ത്രത്തെക്കുറിച്ചുള്ള, ഇസ്ലാമിക വീക്ഷണങ്ങളെക്കുറിച്ചുള്ള അറിവുകൾ, ഷെയർ മാർക്കറ്റ്, ഹെയർ ഫിക്സിംഗ്, കുടുംബാസൂത്രണം, അവയവദാനം, സക്കാത്ത് എന്നിവയെക്കുറിച്ചുള്ള സമകാലിക വിവരങ്ങൾ കോർത്തിണക്കി നജാത്ത് ശരിയ ആൻഡ് ആർട്സ് കോളേജ് പുറത്തിറക്കിയ നവീന കർമ്മശാസ്ത്ര വിചിന്തനങ്ങൾ പുസ്തകം കൗണ്ടറിൽ ലഭ്യമാണ്. يا شبابنا سلام يا شجاعنا سلام يا شبابنا سلام يا شجاعنا سلام يا شبان لا تحزن معكم نصر الله يا فتيان لا تبكوا معكم مولى الله قد سيلتم ملكا في فلك الفلسطيني قد صفقتم دما في هذا الفلسطيني قد سيلتم ملكا في فلك الفلسطيني قد صفقتم دما في هذا الفلسطيني يا ربنا انصر بنا يا جلنا ارحم بنا يا ربنا انصر بنا يا جلنا ارحم بنا يا شبان لا تحزن معكم نصر الله يا فتيان لا تبكوا معكم مولى الله قد هاربتم قوما أعداء دين الله قد قاتلتم مركا خاصهم شعين الله قد هاربتم قوما أعداء دين الله قد قاتلتم مركا خاصهم شعين الله يا ربنا انصر بنا يا جلنا ارحم بنا يا ربنا انصر بنا يا جلنا ارحم بنا يا شبان لا تحزن معكم نصر الله يا فتيان لا تبكوا معكم مولى الله ليس لهم عفوا في الأطفال قد قتلوا ليس لهم معذرة في البؤساء قد جريوا ليس لهم عفوا في الأطفال قد قتلوا ليس لهم معذرة في البؤساء قد جريوا يا ربنا انصر بنا يا جلنا ارحم بنا يا ربنا انصر بنا يا
لنا ارحم بنا يا شوبان لا تحزن معكم نصر الله يا فتيان لا تبقوا معكم عون الله يا شبابنا سلام يا ستانا سلام يا شبابنا سلام يا ستانا سلام يا شبان لا تحزن معكم نصر الله يا فتيان لا تبقوا معكم عون الله. السلام عليكم. കലാപരിപാടികൾ ആരെയും ആവേശം കൊള്ളിക്കും. അവിടെ പ്രായ വ്യത്യാസമില്ല. നമ്മുടെ കലാപരിപാടികൾ കേട്ട് ആവേശം കൊണ്ട് ഒരു 3 വയസ്സുകാരൻ ഇതാ ആദിൽ ജവാബ് നിങ്ങൾക്ക് വേണ്ടി ഒരു ഗാനം ആലപിക്കുകയാണ്. അസ്സലാമലൈക്കും. സംഘൃത ഭാഗവരി തങ്ക 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 തെർഗ വിജയിത ആഗുകൾ ജവിത തവിത തവിര വിജയിയാം പരിയയിലെത്ത പൈര സൈലവിജയിതം അതിവാത മിനകത്തൈലോ വെച്ചതലേ സ്ലോലോ. ആദിൽ ജവാബിന്റെ ഗാനത്തിന് ശേഷം ഭക്തിഗാനവുമായി താജുദ്ദീൻ ശരിയ കോളേജ് ഉസ്താദിന്റെ വിദേശയാത്രകളുടെ ഹൃദയസ്പർശിയായ നേർക്കഥകൾ പറയുന്ന കഥ പറയുന്ന വഴിയോരങ്ങൾ ദാറുന്നജാത്ത് ജിദ്ദ കമ്മിറ്റി തയ്യാറാക്കിയ പുസ്തകം ശരിയ കോളേജ് വിദ്യാർത്ഥികളുടെ കൗണ്ടറിൽ ലഭിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അല്ലാഹുവിന്റെ വാബ് നിന്നിലേറെ വന്നാൽ അല്ലാഹുവിലാരുണ്ട്. അല്ലാഹുവിന്റെ വാബ് നിന്നിലേറെ വന്നാൽ അല്ലാഹുവിലാരുണ്ട്. ഇന്നീ ദുനിയാവിലാരുണ്ട്. അല്ലാഹ് ഹയ്യുൽ ഖയ്യൂം അല്ലാഹ് ജല്ല ജലാലേ അല്ലാഹ് ഹയ്യുൽ ഖയ്യൂം അല്ലാഹ് ജല്ല ജലാലേ. പൊരുളും സഹിയും അറിയുന്നവനെ എൻ കരം നീട്ടിയിരക്കുന്നു ഞാൻ. സന്മാർഗദാരിൽ മുഫ്സിനെ നയിക്കാൻ കനിയണമേ യാ സുബ്ഹാനല്ലാഹ്. പൊരുളും സഹിയും അറിയുന്നവനെ എൻ കരം നീട്ടിയിരക്കുന്നു ഞാൻ. സന്മാർഗദാരിൽ നഫ്സിനെ നയിക്കാൻ കനിയണമേ യാ സുബ്ഹാനല്ലാഹ്. അല്ലാഹ് ഹയ്യുൽ ഖയ്യൂം അല്ലാഹ് ജല്ല ജലാലേ അല്ലാഹ് ഹയ്യുൽ ഖയ്യൂം അല്ലാഹ് ജല്ല ജലാലേ. ആഴക്കടലോളം ഞാൻ ചെയ്ത പാപങ്ങൾ പൊറുക്കുവാനായി ഞാൻ തൗബയോതുന്നു. പരലോകനാളിൽ വിധി പറയുമ്പോൾ
പൊറുത്തന്നെ സ്വർഗത്തിലാക്കിടേണേ. ആഴക്കടലോളം ഞാൻ ചെയ്ത പാപങ്ങൾ പൊറുക്കുവാനായി ഞാൻ തൗബയോതുന്നു. പരലോകനാളിൽ വിധി പറയുമ്പോൾ പൊറുത്തന്നെ സ്വർഗത്തിലാക്കിടേണേ. അല്ലാഹ് ഹയ്യുൽ ഖയ്യൂമേ, അല്ലാഹ് ജല്ല ജലാലേ, അല്ലാഹ് ഹയ്യുൽ ഖയ്യൂമേ, അല്ലാഹ് ജല്ല ജലാലേ. അല്ലാഹുവിൻ്റെ വാബ് നിന്നിലേറി വന്നാൽ അല്ലാഹനെ വിളിക്കാത്തവരാരുണ്ട്? ഇനി ദുനിയാവിലാരുണ്ട്? അല്ലാഹുവിൻ്റെ വാബ് നിന്നിലേറി വന്നാൽ അല്ലാഹനെ വിളിക്കാത്തവരാരുണ്ട്? ഇനി ദുനിയാവിലാരുണ്ട്? അല്ലാഹ് ഹയ്യുൽ ഖയ്യൂമേ, അല്ലാഹ് ജല്ല ജലാലേ, അല്ലാഹ് ഹയ്യുൽ ഖയ്യൂമേ, അല്ലാഹ് ജല്ല ജലാലേ, അല്ലാഹ് ഹയ്യുൽ ഖയ്യൂമേ, അല്ലാഹ് ജല്ല ജലാലേ. അസ്സലാമു അലൈക്കും. പച്ചവിരിച്ച നെൽപ്പാടങ്ങൾ നിറഞ്ഞ ഗ്രാമഭംഗി ഇന്ന് നമുക്കൊരോർമ്മയായി മാറുകയാണോ? കൊയ്ത്തും വിധിയുമായി കഴിഞ്ഞിരുന്ന നിഷ്കളങ്കതയുടെയും ഐക്യത്തിന്റെയും സ്നേഹഗാഥകൾ തികട്ടുന്ന നാടൻ പാട്ടുമായി DNO UP സ്കൂളിലെ വിദ്യാർത്ഥികൾ. കൂടൊരുക്കാൻ കൂട്ടുകൂടാം DNO UP സ്കൂൾ വിദ്യാർത്ഥികളുടെ സ്വപ്ന സാക്ഷാത്കാരം. വീടിന്റെ പ്രമാണം കൈമാറ്റ ചടങ്ങ് 16 തിങ്കളാഴ്ച രാവിലെ 10 മണിക്ക് കേരള സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറി ശിവശങ്കർ IAS നിർവഹിക്കുന്നു. പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ തുടങ്ങിയവർ പങ്കെടുക്കുന്ന ചടങ്ങിലേക്ക് നിങ്ങളെ ഏവരെയും കൂട്ടുകാരോടും കുടുംബത്തോടുമൊപ്പം ഹൃദയപൂർവ്വം ക്ഷണിക്കുന്നു DNO UP സ്കൂൾ വിദ്യാർത്ഥികൾ. ഈ കൽബ് പിടഞ്ഞു പിടഞ്ഞു ഞാൻ പേടവേ, ഈ കണ്ണു നനഞ്ഞു കുതിർന്നു ഞാൻ പാടവേ, ഈ കൽബ് പിടഞ്ഞു പിടഞ്ഞു ഞാൻ പേടവേ. ഈ ജന്മഗോപുരത്തിൽ എന്നും ദുഃഖം കാണുവതാര്? ഈ കാലമെന്നിലെന്നും നിൻ കടാക്ഷം നൽകിടേണേ. ഈ ജന്മഗോപുരത്തിൽ എന്നും ദുഃഖം കാണുവതാര്? ഈ കാലമെന്നിലെന്നും നിൻ കടാക്ഷം നൽകിടേണേ. ഞാനുറങ്ങും രാവുകൾ മിലിനനയാദിനമുണ്ടോ? യാതനകൾ ചേടാൻ നീയല്ലാതാരുണ്ട്? അല്ലാഹ് അല്ലാഹ് ഈ കണ്ണു നനഞ്ഞു കുതിർന്നു ഞാൻ പാടവേ, ഈ കൽബ് പിടഞ്ഞു പിടഞ്ഞു ഞാൻ പേടവേ, ഈ കണ്ണു നനഞ്ഞു കുതിർന്നു ഞാൻ പാടവേ, ഈ കൽബ് പിടഞ്ഞു പിടഞ്ഞു ഞാൻ പേടവേ. ജന്മം തന്ന നാദ ജീവൻ തന്ന താജ, ജന്മം തന്ന നാദ ജീവൻ തന്ന താജ, കരയാൻ വിധിച്ചവനോ ഞാൻ ഈ ദുനിയാവേ, കമലായി തീർന്നവനോ
റഹ്മാനല്ല അല്ലാ അല്ലാ ഈ കണ്ണു നനഞ്ഞ് കുതിർന്നു ഞാൻ പാടവേ ഈ കൽബ് പിടഞ്ഞു ഞാൻ പേടവേ ഈ കണ്ണു നനഞ്ഞ് കുതിർന്നു ഞാൻ പാടവേ ഈ കൽബ് പിടഞ്ഞു ഞാൻ പേടവേ. അസ്ലം കരുവാരക്കുണ്ട് ഗാനമാലപിക്കുന്നു. പിയാസ നജാബ് ടാലന്റ് ഹണ്ട് കിസ് റിയാലിറ്റി ഷോ നജാബ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ജനുവരി 17 ചൊവ്വാഴ്ച വൈകുന്നേരം 7 മണിക്ക് പ്രൊഫഷണൽ കിസ് മാസ്റ്റർ നൗഷാദ് അരീക്കോട് നയിക്കുന്നു. ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ജനുവരി 17 ചൊവ്വാഴ്ച വൈകുന്നേരം 7 മണിക്ക് നജാബ് ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക്. വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇമ്പത്തെ പുലരിയെ കണ്ടോ നിങ്ങൾ നാളേടത്തെ കാണുമോ ഇന്നലെ കണ്ടവർ പലരും ഇന്ന് ആരടി മണ്ണിലാണറിയാമോ ആരടി മണ്ണിലാണറിയാമോ ഇന്നത്തെ പുലരിയെ കണ്ടോ നിങ്ങൾ നാളേടത്തെ കാണുമോ ഇന്നലെ കണ്ടവർ പലരും ഇന്ന് ആരടി മണ്ണിലാണറിയാമോ ആരടി മണ്ണിലാണറിയാമോ ഘടികാര സൂചി ചലിക്കുന്നതങ്ങോട്ട് അതിയോരോ പാദങ്ങൾ വെക്കുന്നതങ്ങോട്ട് അടരും നിമിഷം ക്ഷണിക്കുന്നതെങ്ങോട്ട് മൗത്തിനെ കണ്ണേ കബർക്കൊള്ളയല്ലേ മൗത്തിനെ കണ്ണേ കബർക്കൊള്ളയല്ലേ ഇന്നത്തെ പുലരിയെ കണ്ടോര് നിങ്ങൾ നാളേടത്തെ കാണുമോ ഇന്നലെ കണ്ടവർ പലരും ഇന്ന് ആരടി മണ്ണിലാണറിയാമോ ആരടി മണ്ണിലാണറിയാമോ ഓടിച്ചു മരിച്ചു നടക്കുമ്പോ ഓരോ വിശ്വാസവും ആർത്തിയിൽ മൂടുമ്പോ മൂത്തുന്ന സത്യം മറന്നേ കഴിയുമ്പോ വെളിവരികില്ലേ വിധി മൂത്തതല്ലേ വെളിവരികില്ലേ വിധി മൂത്തതല്ലേ ഇന്നത്തെ പുലരിയെ കണ്ടോര് നിങ്ങൾ നാളേടത്തെ കാണുമോ ഇന്നലെ കണ്ടവർ പലരും ഇന്ന് ആരടി മണ്ണിലാണറിയാമോ ആരടി മണ്ണിലാണറിയാമോ ഇനി എത്ര ദൂരം താണ്ടിടുമെന്ന് ഇനി എത്ര പുലരികൾ കണ്ടിടുമെന്ന് അറിയുന്നവരുണ്ട് ലോകത്തിലിന്ന് അറിയുന്നവരല്ല അൽഹംദുലില്ലാഹ് അറിയുന്നവരല്ല അൽഹംദുലില്ലാഹ് ഇന്നത്തെ പുലരിയെ കണ്ടോര് നിങ്ങൾ നാളേടത്തെ കാണുമോ ഇന്നലെ കണ്ടവർ പലരും ഇന്ന് ആരടി മണ്ണിലാണറിയാമോ ആരടി മണ്ണിലാണറിയാമോ ഇന്നത്തെ പുലരിയെ കണ്ടോര് നിങ്ങൾ നാളേടത്തെ
കാണുമോ നാളെ കണ്ടവർ പലരും നിന്ന് ആരടി മണ്ണിലാണറിയാമോ ആരടി മണ്ണിലാണറിയാമോ ആരടി മണ്ണിലാണറിയാമോ അടുത്തത് സംഘഗാനം ഷിഹാഫ് ആൻഡ് പാർട്ടി. ഷരീഫ് കോളേജ് അവതരിപ്പിക്കുന്ന ബുർദ ഷരീഫ് ഏതാനും നിമിഷങ്ങൾക്കകം വേദി. ഹലോ, അസ്സലാമു അലൈക്കും. ബഗ്ദാദിപതിരാജൻ ബഹുമാനദീനിൻ ജീവൻ യാ മുഹിയുദ്ദീനേ അഭിവന്യ ഹാജാ യാ മുഹിയുദ്ദീനേ ബഗ്ദാദിപതിരാജൻ ബഗ്ദാദിപതിരാജൻ ബഹുമാനദീനിൻ ജീവൻ യാ മുഹിയുദ്ദീനേ അഭിവന്യ ഹാജാ യാ മുഹിയുദ്ദീനേ അഭിവന്യ ഹാജാ യാ മുഹിയുദ്ദീനേ ബഗ്ദാദിപതിരാജൻ ബഗ്ദാദിപതിരാജൻ ബഹുമാനദീനിൻ ജീവൻ യാ മുഹിയുദ്ദീനേ അഭിവന്യ ഹാജാ യാ മുഹിയുദ്ദീനേ അഭിവന്യ ഹാജാ യാ മുഹിയുദ്ദീനേ ശൈഖ് മശായിദായ കുതുബുൽ ആലനൂറുള്ള കുതുബുൽ ആലനൂറുള്ള കുതുബുൽ ആലനൂറുള്ള ശർബഅദാനിയത്തിൽ ഏറിയാനി സുൽബില്ല ഏറിയാനി സുൽബില്ല ഏറിയാനി സുൽബില്ല ശൈഖ് മശായിദായ കുതുബുൽ ആലനൂറുള്ള ശർബഅദാനിയത്തിൽ ഏറിയാനി സുൽബില്ല അവലും ആഖിറിനും മീത പാരിടും ജല്ല അവലും ആഖിറിനും മീത പാരിടും ജല്ല സർവാശിരങ്ങളും താൻ ചോർച്ചിലാക്കിയേ ഗല്ല സർവാശിരങ്ങളും താൻ ചോർച്ചിലാക്കിയേ ഗല്ല അസ്താരെ നിൽക്കും ഹോജാ അസ്റാറുല്ല രാജാ അഭിവന്യ ഹാജാ യാ മുഹിയുദ്ദീനേ അഭിവന്യ ഹാജാ യാ മുഹിയുദ്ദീനേ ബഗ്ദാദിപതിരാജൻ ബഗ്ദാദിപതിരാജൻ ബഹുമാനദീനിൻ ജീവൻ യാ മുഹിയുദ്ദീനേ അഭിവന്യ ഹാജാ യാ മുഹിയുദ്ദീനേ അഭിവന്യ ഹാജാ യാ മുഹിയുദ്ദീനേ ആശ്രയം തേടി എന്നെ നേർവിളിച്ചിടും നേരം നേർവിളിച്ചിടും നേരം നേർവിളിച്ചിടും നേരം ആശനം ചാരയെത്തി കൈപിടിച്ചിടും താരം കൈപിടിച്ചിടും താരം കൈപിടിച്ചിടും താരം ആശ്രയം തേടി എന്നെ നേർവിളിച്ചിടും നേരം ആശനം ചാരയെത്തി കൈപിടിച്ചിടും താരം ആലമില്ലാതെ റഹ്മത്തായുദിച്ച മഹബൂബേ ആലമില്ലാതെ റഹ്മത്തായുദിച്ച മഹബൂബേ ആലിമില്ലൊയ്ബിലെന്നിലോഹയായ മർശൂക്കേ ആലിമില്ലൊയ്ബിലെന്നിലോഹയായ മർശൂക്കേ ആ നൂറിൻ കടൽ കരയിൽ